ക്ലാസ്സുകളെടുത്ത സ്ഥിരീകരണങ്ങൾ പഠിപ്പിച്ച പാഠങ്ങൾ പഠിപ്പിച്ച അധ്യാപകരെയും പ്രത്യേകിച്ച് പ്രിയ അച്ഛനെയും എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയട്ടെ. അച്ഛൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ഇടദിവസമായിട്ടുള്ള ഒരു പ്രത്യേക ആരാധനയായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഗായക സംഘാംഗങ്ങൾ വളരെ ഒരുക്കത്തോടെ മനോഹരമായ പാട്ടുകൾ പാടി ഈ ശുശ്രൂഷയെ ധന്യമാക്കി തീർക്കുവാൻ അവർ വളരെ ഒരുക്കത്തോടെ കടന്നു വന്നിരിക്കുന്നു. ബഹുമാനരായ അച്ഛന്മാർ, പ്രിയപ്പെട്ട ഡയസിസ് ട്രഷറർ സ്നേഹമുള്ള മാത്തുക്കുട്ടി അച്ഛൻ, നമ്മുടെ ഈ സഭയിലെ അംഗങ്ങളായ ഇത്രയും സ്നേഹമുള്ള ഈപ്പനച്ഛൻ, ജേസൻ അച്ഛൻ, പ്രിയപ്പെട്ട കൊച്ചമ്മമാർ, അവരെല്ലാവരും വന്നിട്ടുണ്ട്. അതുപോലെ ഇടവയിലെ ശുശ്രൂഷകരായിരിക്കുന്ന മേലോരം, പൂക്കോടം തുടങ്ങിയുള്ള സഭകളിലെ പ്രിയപ്പെട്ട ശുശ്രൂഷകർ, വിവിധ സഭകളിൽ നിന്നുള്ള അംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ, ജ്ഞാനമാതാപിതാക്കന്മാർ, സഭാമക്കൾ എല്ലാവരും ഇതിൽ സംബന്ധിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. പ്രത്യേകിച്ച് ഇന്ന് മറ്റ് ആരാധന ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് സ്ത്രീകരണ ശുശ്രൂഷ മാത്രമാകുന്നു. അതുകൊണ്ട് ഇതിനു വേണ്ടി താല്പര്യപ്പെട്ട് വന്നവർ മാത്രമേ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. മിക്കവാറും അച്ഛന്മാരോടും ശുശ്രൂഷകരോടും പറയാറുണ്ട്, മറ്റ് വലിയ വലിയ പ്രോഗ്രാമിനോടുകൂടെ ഇപ്രകാരമുള്ള സ്ത്രീകരണ ശുശ്രൂഷകൾ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ വിശദമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ അവർക്ക് എന്തെങ്കിലും പറയാനോ ഉള്ള സമയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പ് എപ്പം അവസാനിക്കും എന്നുള്ളതായിരിക്കണം ആരോട്, നമ്മുടെ ചുമതലക്കാരോട് നമ്മൾ പറയേണ്ടത്. മാത്രമല്ല, കുട്ടികൾ വളരെ നേരത്തെ വരുന്നതുകൊണ്ട് അവർക്കും നേരത്തെ പോകേണ്ടതുകൊണ്ട് അങ്ങനെ പല കാരണങ്ങളാൽ അതിന് സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായി ക്രമീകരിച്ചതിന് പ്രത്യേകിച്ച് സഭയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. സ്ത്രീകരണ ശുശ്രൂഷ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാവുന്നു ക്രിസ്ത്യ ജീവിതത്തിൽ ഓരോരുത്തരുടെയും. ഒരു കണക്കിന് പറഞ്ഞാൽ, ഒരു കണക്കിനല്ല, പല രീതിയിൽ നോക്കുമ്പോഴും ക്രിസ്ത്യ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് സ്ത്രീകരണ സമയം എന്നുള്ളത്. കാരണം ഇന്നാണ് അവർ ദൈവസന്നിധിയിലും സഭയുടെ മുമ്പാകെയും പ്രത്യേകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കടന്നു പോകുന്നു. അതുവരെ അവർ പഠിച്ച, അതുവരെ അവർ മനസ്സിലാക്കിയ തിരുവചന സത്യങ്ങൾ, ഉപദേശ സത്യങ്ങൾ, അത് എന്താണ്, ഏതാണ്, എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെ ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ള തീരുമാനം ഉറപ്പിച്ച് ഇവിടെ പറഞ്ഞു പോകുന്ന ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ പ്രസംഗത്തിന് ശേഷം പിന്നെ നിങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അത് പലപ്പോഴും കുട്ടികൾ അറിഞ്ഞും അറിയാതെയും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെ മനസ്സിലാക്കാതെയും അതെന്നും സമ്മതിക്കുന്നു, സ്വീകരിക്കുന്നു, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് പോകാറുണ്ട്. പ്രത്യേകിച്ച് അച്ഛന്മാരോട് പറയാറുണ്ട്, അങ്ങനെ പറഞ്ഞു വിടരുത്. കാരണം എന്താണ് അവർ ചെയ്യാമെന്ന് പറയുന്നത്, എന്താണ് അവർ സമ്മതിക്കുന്നത്, എന്താണ് അവർ പ്രതിജ്ഞ ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് നിങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം അവരുടെ മനസ്സിൽ കൊടുത്തിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാരണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഇല്ലെങ്കിൽ അവർ ലോകത്തിലുള്ള സാധാരണ മനുഷ്യരെ പോലെ ആയിപ്പോകും. സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ വേണ്ടി അല്ല ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിലായിരിക്കുന്നവർക്ക് പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ ജീവിതക്രമങ്ങളുണ്ട്. അതെന്താണെന്ന് ഇവിടെ പരസ്യമായിട്ട് സഭാ യോഗത്തിന് മുമ്പാകെയും ദൈവ മുമ്പാകെയും പറഞ്ഞ് സംബന്ധിച്ചാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്ഥിരീകരണം എന്ന് പറഞ്ഞ് കൺഫർമേഷൻ എന്നുള്ളത് സഭയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സഭ മക്കളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ രീതിയിൽ പറയുമ്പോൾ CSI ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മറ്റ് എല്ലാ സഭകളിലും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഇപ്രകാരമുള്ള ശുശ്രൂഷകളും ചടങ്ങുകളും ഉണ്ട്. എന്നാൽ നമുക്കും അപ്രകാരമുള്ള ചടങ്ങ് അല്പസ്വല്പ വ്യത്യാസത്തോടെ വളരെ വളരെ ശ്രേഷ്ഠമേറിയ രീതിയിൽ അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും മറന്നു പോകരുത്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ന് 45 പേരാണ്. നിങ്ങളുടെ പേര് എനിക്ക് നേരത്തെ തന്നെ കിട്ടി. നിങ്ങളെല്ലാവരെയും ഓർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളതിനു വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു, ഒരുങ്ങി വന്നിരിക്കുന്നു. ഞാൻ മാത്രമല്ല, സഭ ഒന്നടങ്കവും, പ്രത്യേകിച്ച് ഇവിടുത്തെ അച്ഛനും ഭരണസമിതി അംഗങ്ങളും, നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ ഇന്നത്തെ ദൈവിക അനുഗ്രഹത്തിന് അത് മാറ്റുകൂട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു വാക്യം ഞാൻ കാണാപ്പാഠം പഠിക്കാനായിട്ട്, മനപ്പാഠ വാക്യമായിട്ട് നിങ്ങൾ പഠിക്കണം, ഓർത്തിരിക്കാൻ വേണ്ടി ഒരു വാക്യം പറയുകയാണ്. അതിന്ന് നമ്മൾ സുവിശേഷ വേദഭാഗം കൊണ്ട് വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം.
ആദ്യം എടുത്തു വരുന്ന വായിച്ച്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. ഓക്കെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ചോദ്യമൊക്കെ ഇന്ന് ആരോടാണ്? സ്ത്രീകളും കഴിയാനുള്ള ആൾക്കാരോടാണ്. ഉത്തരം പറയേണ്ടത് ആരാണ്? സ്ത്രീകളും കഴിയാനുള്ളവരാണ്. ഓക്കെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശുശ്രൂഷകരുണ്ട്, പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സ്ഥിരം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. അവർ നിങ്ങൾ ഉത്തരവൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യരുത്, പിള്ളേരെ എന്ത് ചെയ്യരുത്, കുഴപ്പത്തിൽ ആക്കരുത്. പ്രിയപ്പെട്ട സാറ് വളരെ ഭംഗിയായിട്ട് ആ വാക്യം വായിച്ചു. എന്തായിരുന്നു വാക്യം? ഒന്നും കേൾക്കത്തില്ല എനിക്ക്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം, കാരണം ഞാൻ മൈക്ക് ഉപയോഗിക്കണം. പറഞ്ഞ വാക്യം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഒന്ന് പറഞ്ഞ് ഉറക്കെ ഒന്ന് പറഞ്ഞ്, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ്. അത് മറക്കരുത്, എല്ലാ സമയത്തും ഓർത്തിരിക്കണേ വാക്യം കേട്ടോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഓക്കെ, ഒന്നാം പാഠമായിട്ട് വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. ഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 25, 26, 27 എന്നീ വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 25, 26, 27 എന്നീ വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ചുരുക്കം ഇതാണ്, ദൈവം തൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നു, നിർമ്മല ജലം തളിച്ച് ശുദ്ധീകരിക്കുന്നു, മലിനതകളെല്ലാം നീക്കി അവരെ ശുദ്ധീകരിക്കുന്നു. കല്ലായിട്ട് ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നൽകി കല്ലിൽ രേഖപ്പെടുത്തിയിരുന്ന കൽപ്പനകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും. ഹൃദയങ്ങളിൽ എഴുതുക മാത്രമല്ല, അതനുസരിച്ച് നടപ്പാനുള്ള ശക്തി എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുള്ളിൽ നൽകും. നിങ്ങളെ എൻ്റെ ചട്ടങ്ങൾക്കനുസരിച്ച് നടക്കുമാറാക്കും. അതാണ് ആ വാക്യത്തിൻ്റെ ചുരുക്കം. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ അതിമനോഹരമായ ആരാധനാ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മഹത്വമേറിയ ആലയത്തിൽ ഇപ്രകാരം പ്രിയ കുഞ്ഞുങ്ങളുടെ സ്ഥിരീകരണ ശുശ്രൂഷ ഇന്ന് നടത്തുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ച, അങ്ങ് ഞങ്ങളെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ 45 കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങളെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവരുടെ മാതാപിതാക്കന്മാരെയും അവരുടെ ജ്ഞാനമാതാക്കന്മാരെയും അവരുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അവരിതുവരെയും പഠിച്ച ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനങ്ങൾ, കൽപ്പനകൾ പ്രമാണിപ്പാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിനാൽ അവരെ സഹായിക്കും. ശുശ്രൂഷയിൽ അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. മഹത്വമെല്ലാം അങ്ങ് മാറ്റെടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ഇന്ന് നിങ്ങൾ ഇവിടെ എന്തിനു വന്നു എന്നുള്ളത് ഇന്ന് ട്രഷറർ അച്ഛൻ ചുരുങ്ങിയ വാചകങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അച്ഛൻ പല കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? പറയാമോ? മാത്തുക്കുട്ടി അച്ഛൻ പാഠം വായിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു? അത് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. എന്താ പറഞ്ഞ അന്നേരം ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും
നിങ്ങൾ എന്തിനാണ് ഇന്നിവിടെ വന്നതെന്നാണ് പറഞ്ഞത്. എന്തിനാ വന്നേ? പോട്ടെ, അച്ഛൻ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ പോട്ടെ. നിങ്ങൾ എന്തിനാ വന്നേ? കേട്ടില്ല? സ്ഥിരീകരണത്തിന് അല്ലേ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ് നിങ്ങളെ പഠിപ്പീര്. എല്ലാവർക്കും പഠിപ്പിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. അതിൻ്റെ തെളിവെന്ന് പറയുന്നത് എന്താണ്? ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയുന്നതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അച്ഛൻ എന്നെ വെറുതെ കളിപ്പിച്ച് പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ, എന്തിനാണ് നിങ്ങളിവിടെ വന്നത്? അതാദ്യം പറഞ്ഞു, പക്ഷേ അത് നിങ്ങൾ ഓർക്കുന്നില്ല, കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ നേരിട്ട് അല്ലാതെ പറയുക. എന്തിനാണ് നിങ്ങളിവിടെ വന്നത്? സ്ഥിരീകരണത്തിനാണെന്ന് പറഞ്ഞു അല്ലേ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ എന്താണ് സ്ഥിരീകരിക്കുന്നത്? അല്ലെങ്കിൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ഉറപ്പിക്കുന്നത് അല്ലേ? അച്ഛൻ പഠിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളെ സാറന്മാർ പഠിപ്പിച്ച അതേ രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. അത് പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നാ മനസ്സിലായെന്നാണ് എൻ്റെ ചോദ്യം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ചോദ്യങ്ങളുടെ വ്യത്യാസം. അവർ നിങ്ങളെ ചോദ്യങ്ങൾ ഉത്തരം പഠിപ്പിക്കും. നിങ്ങൾ പഠിച്ച ഉത്തരങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ചോദ്യം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ കാണും, ഉത്തരങ്ങളും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്നാലും പറയും, എന്താണ് നിങ്ങൾ കൺഫേം ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ഉറപ്പിക്കുന്നത്? ഓക്കെ, വേദപുസ്തകത്തിൽ വളരെ രസകരമായ രീതിയിൽ ഈ ആരാധനയ്ക്ക് വരുന്നതിനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. അതിനകത്ത് അതിങ്ങനെയാണ്, ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ് എങ്ങനെ പറയാം. ദൈവാലയത്തിൽ ദൈവാരാധനയ്ക്ക് വരുന്നവൻ ഒന്നാമത് അവന് വേണ്ടത്, അല്ലെങ്കിൽ ഒന്നാമത് അവൻ ചെയ്യേണ്ടത് എന്താണ്? ദൈവം ഉണ്ടെന്നവൻ വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്തവൻ ആരും എന്ത് ചെയ്യരുത്? ദൈവ ആരാധനയ്ക്കായിട്ട് പോകരുത്. ഇവിടെ നമ്മുടെ സെൻറ് ലൂക്സ് CSI ഇടവകയിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ വരുന്ന ഓരോ ആരാധകനും ഒരു കാര്യം ഓർത്തിരിക്കണം, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ, വചനങ്ങളിൽ, വാക്കുകളിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും വചനങ്ങളിലും വിശ്വസിക്കുന്നവൻ അതിന് തെളിവായി അതനുസരിക്കണം. അത് തെളിവായി അനുസരിക്കണം. അല്ലാത്തവർ ആരും എന്തു ചെയ്യരുത്? ദൈവ ആരാധനയ്ക്കായിട്ട് ദൈവാലയത്തിൽ വരരുത്. വന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആരാധനയെക്കുറിച്ചുള്ള ഒരു വളരെ സംക്ഷിപ്തമായൊരു രൂപം പറഞ്ഞാൽ അനേക ജ്ഞാനങ്ങൾ നമുക്കത് പറയാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാതെ എന്ത് ചെയ്യത്തില്ല? ഇങ്ങോട്ട് വരാൻ പറ്റുമോ? സ്ഥിരീകരണം എന്നാന്ന് അറിയാൻ വേണ്ടി അവിടെ വന്നതെന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യത്തില്ല? അത് ശരിയാകത്തില്ല. സ്ഥിരീകരണം എന്താണെന്ന് പഠിച്ചിട്ട് വേണം ഇവിടെ വരാൻ അല്ലേ? ഓക്കെ, എന്താണ് സ്ഥിരീകരിക്കാൻ പോകുന്നത് നിങ്ങൾ? ഓക്കെ, ഞാൻ തന്നെ പറയാം. അത് നിങ്ങൾ മറന്നു പോകും എന്ന് വിചാരിച്ചായിരിക്കാം ഇതിൻ്റെ ശുശ്രൂഷാക്രമത്തിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഇത് അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. കർത്താവിൽ പ്രിയരെ, നിങ്ങളുടെ ബപ്തിസ്മയിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കപ്പെടുകയും ദൈവഭവനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അംഗങ്ങളായി മുദ്രയെടുക്കുകയും ചെയ്തു. നിങ്ങൾ ദൈവ മക്കളായിട്ട് തീർന്നു. എപ്പോൾ? ബപ്തിസ്മയിൽ. എപ്പോഴാ? ബപ്തിസ്മയിൽ അല്ലെങ്കിൽ വിശുദ്ധ സ്നാന സമയത്ത് നിങ്ങൾ ആരായി തീർന്നു? ദൈവ മക്കളായിട്ട് തീർന്നു. കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ സ്നാനപ്പെട്ട സമയത്ത് നിങ്ങൾ ആരായി തീർന്നു? ദൈവമക്കളായിട്ട് തീർന്നു. ഇപ്പോൾ നിങ്ങൾ ആര് തന്നെ? ദൈവമക്കൾ തന്നെ അല്ലേ? നിങ്ങൾ ആര് തന്നെ? ദൈവരാജ്യത്തിന് അവകാശികൾ തന്നെ അല്ലേ? അന്ന് നിങ്ങൾ സ്നാന സമയത്താണ് നിങ്ങൾ ആയിത്തീർന്നത്. നിങ്ങളെ ഇവിടെ വിശുദ്ധ ബപ്തിസ്മയ്ക്കായിട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ സാധാരണ ഈ ലോകത്തിലെ പോലെയുള്ള ഒരു കുഞ്ഞായിരുന്നു, ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു. സാധാരണ ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു നിങ്ങളിവിടെ വന്നപ്പോൾ. വിശുദ്ധ സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു?
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ ബപ്തിസ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരായി? അന്നേരം തൊട്ട് ആരായി? ദൈവ മകനായി, ദൈവമകളായി തീർന്നു. ലോകത്തിൽ നിങ്ങൾ ആരായി തീർന്നു? ദൈവത്തിൻ്റേതായി തീർന്നു. ലോകത്തിൻ്റേതായിരുന്നു നിങ്ങൾ ദൈവത്തിൻ്റേതായിട്ട് തീർന്നു. ഓക്കെ. എന്നിട്ട് ഇവിടെ വന്നു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? നിങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയി. നിങ്ങൾ പോയില്ല, നിങ്ങളെ കൊണ്ടുപോയി അല്ലേ? നിങ്ങളെ കൊണ്ടുപോയി എന്ന് പറയുന്നതിനേക്കാളും കുറേ കറക്റ്റാണ്. നിങ്ങളെ തന്നുവിട്ടു. നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ കയ്യിൽ. എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ വളർത്താൻ വേണ്ടി നിങ്ങൾ തന്നുവിടുകയാണ്. ഈ കൊച്ചിനെ വളർത്തേണ്ടത് എങ്ങനെയാണ്, ഈ കൊച്ചിനെ പഠിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് തന്നുവിടുകയും അവരത് സമ്മതിച്ച് തന്നുവിടുകയും നിശ്ചിത സമയം കഴിയുമ്പോൾ, പ്രായമാകുമ്പോൾ അവരെ തിരിച്ചിവിടെ കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു. മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കന്മാരും സമ്മതിച്ചാണ് എന്ത് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോയത്. ഓക്കെ. അന്ന്, അതായത് വിശുദ്ധ ബപ്തിസ്മ സമയത്ത് നിങ്ങളുടെ പേർക്ക് ചെയ്തിട്ടുള്ള ഭയഭക്തികരമായ ഉടമ്പടിയെ സ്ഥിരപ്പെടുത്തുന്നതിനും കർത്താവായ യേശുള്ള നിങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നതിനും നിങ്ങളെ തന്നെ അവനെ പ്രതിഷ്ഠിക്കുന്നതിനും അവൻ നിങ്ങൾക്ക് നൽകുവാൻ കാത്തിരിക്കുന്ന ദാനങ്ങൾ പ്രാപിക്കേണ്ടതിനും നിങ്ങളിപ്പോൾ സ്വമനസാലെ ഇവിടെ വന്നിരിക്കുന്നു. അന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്ഞാനമാതാപിതാക്കന്മാർ എന്തെല്ലാം കാര്യങ്ങളാണോ പ്രതിജ്ഞ ചെയ്തത്, ഏറ്റെടുത്തത്, അത് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വയമായി ഏറ്റെടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാരും മാതാപിതാക്കന്മാരും എടുത്ത ചുമതല എന്ത് ചെയ്യുന്നു? പ്രതിജ്ഞ എന്ത് ചെയ്യുന്നു? ഇന്ന് നിങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതിന് കുറേ കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുമോ, വിശ്വസിക്കുമോ, സ്വീകരിക്കുമോ, സമ്മതിക്കുമോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കും. നിങ്ങളതിനെല്ലാം ഉത്തരം പറയും. ആ ഉത്തരം പറയുന്നതെല്ലാം അതിനു മുമ്പ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന അറിവുകളാണ്. ആ അറിവുകളാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിരപ്പെടുത്തുന്നത്. ഓക്കെ. അങ്ങനെ സ്ഥിരപ്പെട്ട് അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ എന്നൊരു പക്ഷേ ചോദിക്കുമായിരിക്കും. അവിടെയാണ് ഇന്ന് നമ്മൾ വായിച്ച 1-ാം പാഠത്തിൻ്റെ എസെക്കിയേൽ പ്രവചനത്തിൻ്റെ ആ വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കൽപ്പനകളൊക്കെ ആർക്കാ കൊടുത്തത്? കൽപ്പന എത്ര കൽപ്പനയുണ്ട്? 10 കൽപ്പനയുണ്ടല്ലേ? ഇന്ന് ബഹുമാനമുള്ള അച്ഛൻ അത് 10 കൽപ്പനയും വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്നാ പറഞ്ഞു? ഓരോ കൽപ്പന വായിച്ചപ്പോഴും എന്നാ പറഞ്ഞു? കർത്താവേ, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പണക്കണമേ. നിങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞോ? എല്ലാവരും പറഞ്ഞോ? ജനങ്ങളോട് ചോദിക്കുന്നില്ല, കാരണം അവർ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാണല്ലോ. ഏതായാലും ഗായക സംഘം എന്ത് ചെയ്തിട്ടുണ്ട്? നിശ്ചയമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞങ്ങളവിടെ കേട്ടായിരുന്നു അവർ പറയാം അല്ലേ? ജനങ്ങൾക്ക് അങ്ങനെ മൈക്കിൻ്റെ ക്രമീകരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തില്ല, കേട്ടില്ല എല്ലാവരും. എങ്കിലും എല്ലാവരും എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഓരോ കൽപ്പനയും വായിച്ചപ്പോൾ എന്നാ പറയുന്നത്? കർത്താവേ, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണക്കണമേ. കാപ്പാൻ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ സഹായിക്കണമെന്നതിൻ്റെ അർത്ഥം. കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അർത്ഥം. 10 കൽപ്പന വായിച്ചപ്പോഴും നിങ്ങളെല്ലാവരും കൂടെ എന്നാ പറഞ്ഞു? ഈ കൽപ്പന അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഓക്കെ. ഈ കൽപ്പന ആർക്കാണ് ആദ്യം കൊടുത്തത്? ആർക്കാ? പറഞ്ഞോ? എല്ലാവരും പറയണം. വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും? പണ്ടത്തെ രീതിക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യും? ഉത്തരം പ്രായത്തോർക്ക് എന്ത് ചെയ്യാം? മാറി നിൽക്കാം, പഠിച്ചിട്ട് വന്നിട്ട് തരുന്നതായിരിക്കും എന്ന് പറയും അല്ലേ? ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ മാറ്റി നിർത്തുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും പഠിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ അന്നേരം എല്ലാവർക്കും കൊടുത്തു വിടും. ഓക്കെ. അത് പ്രത്യേകിച്ച് പറയാറുണ്ട്, പഠിക്കാത്തവരെല്ലാം എന്ത് ചെയ്തോണം? പഠിച്ചോണം. ഓക്കെ. ഈ കൽപ്പനകൾ ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം ദൈവം നൽകി. 10 കൽപ്പനകൾ നൽകി. എന്നിട്ട് എന്ത് പറഞ്ഞു? അത് ഏത് പുസ്തകത്തിലാണ് ആദ്യം എഴുതിയിരിക്കുന്നത്? ഏത് പുസ്തകത്തിലാണ്? പുറപ്പാട് പുസ്തകം. നിങ്ങളും കൂടെ പറഞ്ഞു കേട്ടോ. അല്ല ഞാൻ ഓർക്കും നിങ്ങൾ പഠിച്ചില്ലെന്ന് പറഞ്ഞു. ഇവർ ഏതായാലും പറയുന്നു. പുറപ്പാട് പുസ്തകം എത്രാം അധ്യായം? 20-ാം അധ്യായം. പിന്നീട് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പിന്നീട് വേദപുസ്തകത്തിൽ തന്നെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത് ഒന്നുകൂടെ കാണാം. അതെവിടെയാണ്? ഏത് പുസ്തകത്തിലാണ്? ആൺകുട്ടികളെന്ന് പറഞ്ഞേ. എവിടെ? ആവർത്തന പുസ്തകം. ഓക്കെ. ആവർത്തന പുസ്തകത്തിലാണ് പിന്നീട് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നു, ആവർത്തന പുസ്തകത്തിൽ പിന്നീട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ. ആവർത്തന പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം ഒന്നാമത് പറഞ്ഞിരിക്കുന്നു,
ആവർത്തിച്ച് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കും അല്ലേ? ആവർത്തിച്ചൊരു കാര്യം പറയണമെങ്കിൽ അതെന്തായിരിക്കും? അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അല്ലേ? വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആവർത്തിച്ച് പറയുന്നത് അല്ലേ? ശരിയല്ലേ? ഓക്കെ, വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, പുറപ്പാട് പുസ്തകം ഒന്നാമത് പറയുമ്പോൾ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടിട്ട് 3 മാസമേ ആയുള്ളൂ. 3 മാസമായി. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ എന്ത് ചെയ്യുന്നു? അവർക്ക് ഈ കൽപ്പന കിട്ടി. ആവർത്തന പുസ്തകം പറയുമ്പോൾ എത്ര വർഷം കഴിഞ്ഞു? എത്ര നാൾ കഴിഞ്ഞു? കഴിഞ്ഞു കാണും. എത്ര? 40. ഒരു കൊച്ചു പറഞ്ഞ് 40 മിടുക്കി. 40 വർഷം. കാരണം മരുഭൂമിയിൽ അവർ സഞ്ചരിച്ച എത്ര വർഷമാണ്? 40 വർഷം. ആവർത്തന പുസ്തകം കഴിഞ്ഞ് നേരെ കയറുന്ന എങ്ങോട്ടാണ്? ഒരു കനാൻ നാട്ടിൽ, വാഗ്ദത്ത നാട്ടിലേക്ക് കയറുകയാണ് അല്ലേ? ഇപ്പോൾ 40 വർഷം ആയി. മോശ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് എന്ത് ചെയ്തത്? വീണ്ടും ആ കൽപ്പന മോശ തന്നെ എന്ത് ചെയ്യുന്നു പറയാം. ഓക്കെ, അപ്പോൾ അന്ന് കേട്ട ജനവും ഇന്ന് കേട്ട ജനവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടായിരിക്കുമോ? പുറപ്പാട് പുസ്തകത്തിൽ കൽപ്പന കേട്ട ജനങ്ങളും ആവർത്തന പുസ്തകത്തിൽ മോശ വീണ്ടും പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കാണുമോ? അത് സ്ഥിരീകരണത്തിൽ പഠിപ്പിച്ചൊന്നുമല്ല കേട്ടോ, ഞാൻ നിങ്ങളെ വേദവസ്ത പരിചയം എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രം. കാണുമായിരിക്കുമോ? കാണുമായിരിക്കും. 40 വർഷം എന്ന് പറഞ്ഞാൽ കൊച്ച് കാണുമായിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, കാണും. കാരണം എന്താണ്? കനാൻ നാട്ടിൽ പുതുതായിട്ട് കയറുന്നവരാരും ആരല്ല? 2 പേരൊഴികെ ബാക്കി ആരും ആദ്യം കൽപ്പന കേട്ട ആൾക്കാരല്ല. യോശുവയും കാലേബും ഒഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തു പോയി? മരുഭൂമിയിൽ മരിച്ചു പോയി അല്ലേ? ആ തലമുറ മുഴുവൻ മരിച്ചു എന്നാണ് വേദവസ്തം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുത്തൻ തലമുറയാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത് ഈ കൽപ്പന കേൾക്കുന്നത്. അവരോടാണ് മോശ വീണ്ടും എന്ത് ചെയ്യുന്നത്? ആവർത്തിച്ച് പറയുന്നത്. ഇത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതേപടി തന്നെ എടുത്ത് പറഞ്ഞിരിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം ചോദിക്കുക. ഇത് എന്തിലാണ് അവർക്ക് എഴുതി കൊടുത്തത്? കൽപ്പലകളിൽ അല്ലേ? എത്ര പലക ഉണ്ടായിരുന്നു അല്ലേ? എത്ര പേജിലായിരിക്കും അത് എഴുതിയത്? ഇന്നത്തെ നമ്മുടെ പേജ് കണക്കിൽ പറഞ്ഞാൽ എത്ര പേജ് കാണും കൽപ്പന എഴുതി കൊടുത്തത്? 4. ഇവിടെ ഒരു കൊച്ചു പറഞ്ഞ് 4 മിടുക്കൻ. 4 പേജ് അല്ലേ? 2 കൽപ്പലകിൽ അപ്പുറവും ഇപ്പുറവും എഴുത്തുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേജായി? 4 പേജ് അല്ലേ? നമ്മൾ സാധാരണ പേജ് പറഞ്ഞ 4 പേജ്. 4 പേജ് ഉണ്ടായിരുന്നു. 2 കൽപ്പലകളിലായിട്ട് അത് എഴുതി കൊടുത്തു അല്ലേ? അത് കൽപ്പലകിൽ എഴുതുന്നത് തന്നെയാണ്. ഇവിടെ നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലും അതുപോലെ പക്ഷേ പള്ളിയുടെ ഉൾഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കല്ലിൽ ചില എഴുത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്, കാണാം അല്ലേ? സ്ലാബ് എന്ന് പറയും നമ്മൾ. എന്തിനാ ഈ സ്ലാബേൽ എഴുതുന്നത്? ചുമ്മാ ഒരു പേപ്പർ എഴുതി ഒട്ടിച്ച് വെച്ചാൽ പോരെ അല്ലേ? അതല്ലാതെ കല്ലിൽ എഴുതുന്നതിനായിരിക്കും. ഈ സഭ എന്ന് സ്ഥാപിക്കപ്പെട്ടു എന്ന് എഴുതുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1849 കൂട്ടിക്കും. ഞാനൊരു വർഷം പറഞ്ഞതാണേ. 1849 കൂട്ടിക്കോ. 1849 ഇങ്ങനെ എഴുതി വെക്കണം അല്ലേ? എല്ലാവർക്കും അറിയത്തില്ലേ? പിന്നെ എന്തിനാണ് അവിടെ എഴുതി വെക്കുന്നത്? അത് അന്നുള്ള ആൾക്കാർ മാത്രമല്ല, കല്ല് എഴുതുന്ന സമയത്തുള്ള ആൾക്കാർ മാത്രമല്ല, പിന്നെയോ വരുന്ന തലമുറ അറിയാൻ വേണ്ടിയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സഭ എന്ന് സ്ഥാപിക്കപ്പെട്ടു, ആരായിരുന്നു അന്നത്തെ ഇവിടുത്തെ ശുശ്രൂഷകർ, ആരാണതിന് കല്ലിട്ടത്, ആരാണത് പ്രതിഷ്ഠിച്ചത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? കല്ലിൽ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത്. എത്ര തലമുറമായ മാറിയാലും എന്ത് ചെയ്യത്തില്ല, ആ കല്ല് അവിടെ നിന്നും ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യുന്നു? അവിടെ ഉണ്ടാകും. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. തലമുറകളുടെ അറിവിന് വേണ്ടിയാണ് കല്ലിൽ എഴുതി രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട കൽപ്പന ആയതുകൊണ്ടാണ്, എല്ലാ തലമുറകളും അതനുസരിക്കേണ്ടതായതുകൊണ്ടാണ് അത് കല്ലിൽ എന്ത് ചെയ്ത് ദൈവം എഴുതി കൊടുത്തു. ഓക്കെ, കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പന അത് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ 20-ാം അധ്യായത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. തുടർന്ന് വരുന്ന അധ്യായങ്ങൾ മുഴുവനും ഏതാണ്ട് 34-ാം അധ്യായം വരെ നമ്മൾ നോക്കുമ്പോൾ ചെറിയ 1-2 ഇടവേള വിട്ടാൽ ബാക്കി മുഴുവനും ആ കൽപ്പനയുടെ വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ആ കൽപ്പന എന്താണ് എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കൽപ്പന എന്താണ് അത് സംസാരിക്കുന്നത്. 10 കൽപ്പന വളരെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അതെന്താണ് എന്ന്
ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള അധ്യായങ്ങൾ മുഴുവനും. അത് നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കൃഷിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പേരൻസുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നും വേണ്ട ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് വളർത്തുന്ന ഒരു മൃഗത്തെക്കുറിച്ച് പോലും അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ചുമടെടുക്കുന്ന കഴുതയെക്കുറിച്ച് പോലും എന്ത് ചെയ്തിരിക്കുന്നു, അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണോ എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൽപ്പന കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കൽപ്പന, അതിശ്രേഷ്ഠമായ ഒരു കൽപ്പന കല്ലിൽ എഴുതി കൊടുത്തു ഇസ്രായേൽ മക്കൾക്ക് ദൈവം. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ തലമുറയായിട്ട് എന്ത് ചെയ്യണം, ഇത് അനുസരിക്കണം. പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പന്മാരോടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൻ എന്ത് ചെയ്യണം, മകന് ഇത് ഉപദേശിച്ച് കൊടുക്കണം. മകൻ എന്ത് ചെയ്യണം, അവൻ്റെ മകന് ഉപദേശിച്ച് കൊടുക്കണം. അവൻ്റെ മകൻ എന്ത് ചെയ്യണം, അവൻ്റെ മകന് ഉപദേശിച്ച് കൊടുക്കണം. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് 6 തൊട്ടുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു. തലമുറയായിട്ട് ഇത് കൈമാറി പോകേണ്ടതുണ്ട്. ഏതാ ഈ കൽപ്പന? അന്ന് ഈ കൽപ്പന അവർ കൊടുത്തു. ആ കൽപ്പന അവർ അനുസരിക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ നമുക്ക് ഈ ബൈബിളും അതുപോലുള്ള പുസ്തകങ്ങൾ പോലെ സുലഭമായിരുന്നില്ല ഈ കൽപ്പനകൾ. അതുകൊണ്ട് ഓരോ വിശുദ്ധ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഓരോ വർഷങ്ങളിൽ പ്രത്യേകമായ ദിവസങ്ങൾ നിശ്ചയിച്ച് ദൈവ ആരാധനയ്ക്ക് വേണ്ടി വരണമെന്നും ദൈവ ആരാധനയ്ക്ക് വേണ്ടി വരുമ്പോൾ ഈ കൽപ്പനകൾ എന്ത് ചെയ്യണം, വായിച്ച് വിശദീകരിച്ച് കേൾപ്പിക്കണമെന്നും പറഞ്ഞിരുന്നത്. താങ്ക് യു. പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് എല്ലാവരുടെയും കയ്യിൽ ഈ പുസ്തകമില്ല, നമ്മുടെ ഇതിൽ പറഞ്ഞ് പുസ്തകമില്ല. അതുകൊണ്ട് അത് അറിവുള്ള ആൾക്കാരെന്ത് ചെയ്യും, പള്ളിയിലെ പ്രധാനപ്പെട്ട ആൾക്കാരത് വായിക്കും, വിശദീകരിച്ച് കൊടുക്കും. അങ്ങനെയാണ് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നത്. അത് പ്രത്യേകമായിട്ട് കുടുംബത്തിലെ ആണുങ്ങൾ, പ്രത്യേകിച്ച് അപ്പൻ കഴിഞ്ഞാൽ മൂത്ത മകൻ, അങ്ങനെയാണ് അതിൻ്റെ ക്രമം പോകുന്നത്. അവർ നിശ്ചയമായിട്ട് നേടണം. അവർ ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷയാണ് ചെയ്തിരുന്നത് എന്നാണ് വേദവസം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവർക്കാണ് കുടുംബത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം. ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ ദൈവത്തിൻ്റെ കൽപ്പന പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആൺമക്കളിൽ അപ്പൻ കഴിഞ്ഞാൽ മൂത്ത പുത്രനാണ്. ആ രീതിയിൽ അത് അങ്ങനെ പോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ് അതനുസരിക്കണം എന്ന് പറഞ്ഞിരിക്കും. എന്നാൽ ഹെസ്കേൽ പ്രവാചനത്തിലേക്ക് വരുമ്പോൾ ചിത്രം ഒന്ന് മാറുന്നതായിട്ടാണ് കാണുന്നത്. അവർ പുറപ്പാട് പുസ്തകം വായിച്ച് പിന്നെ നമ്മൾ വരുമ്പോൾ രാജാക്കന്മാരുടെ പിന്നീട് വരെയും പ്രവാചകന്മാരുടെ പുസ്തകമുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകമുണ്ട്, അങ്ങനെ ധാരാളം പുസ്തകങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുന്നത്. അവിടെ വരുമ്പോൾ അതിന് ചില വ്യത്യാസങ്ങൾ വന്നായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ കൽപ്പന എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്തിരിക്കുന്ന പറഞ്ഞേ? ആദ്യം എവിടെ എഴുതി കൊടുത്തേ? കല്ലിൽ എഴുതി കൊടുത്തു. ഹെസ്കേൽ പ്രവചനത്തിൽ എന്നാ പറയുന്നു? അതെവിടെ എഴുതും എന്ന് പറഞ്ഞിരിക്കുന്നു. എവിടെ എഴുതുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പം വായിച്ചതല്ലേ? എവിടെ എഴുതുമെന്ന് പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ? ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ടോ? ഹലോ, ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ടോ? പുറപ്പാട് പുസ്തകത്തിൽ കല്ലിൽ എഴുതി, ആവർത്തന പുസ്തകത്തിൽ വീണ്ടും പറഞ്ഞു. ഹെസ്കേൽ പ്രവചനത്തിൽ എവിടെ എഴുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ തന്നെ പറയാം. അതായിരിക്കും എനിക്ക് അന്നേരം മാർക്കറ്റിൽ കേട്ട് സമ്മാനം എനിക്കായിരിക്കും. ഓക്കെ, ഹൃദയങ്ങളിൽ എഴുതും. ഞാനിപ്പോൾ വായിച്ച് പറഞ്ഞതാണ്. ഹൃദയത്തിൽ എഴുതും. എവിടെ എഴുതും? ഹൃദയത്തിൽ എഴുതും. കല്ലിൽ എഴുതിയ കൽപ്പന എവിടെ എഴുതും? ഹൃദയത്തിൽ എഴുതും. ആ ഹൃദയം എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇപ്പം എഴുതാൻ ഭാഗത്തിനൊന്നും അല്ല ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് ഇരിക്കുന്നത്? കല്ലുപോലെ ഇരിക്കും. കല്ലുപോലെ ഇരിക്കുക. അതുകൊണ്ട് എന്തു ചെയ്യും? ആ ഹൃദയത്തിൻ്റെ ഒരു രൂപമാറ്റം വരുത്തും അല്ലേ? എന്താ മാറ്റം? അത് മാംസമായിട്ടുള്ള ഹൃദയം. കല്ലുപോലുള്ള ഹൃദയം എന്തു ചെയ്യും? മാംസമായ ഹൃദയമായിട്ട് മാറ്റിയിട്ട് ഈ കൽപ്പനയെല്ലാം കൂടെ എന്തു ചെയ്യും? അവിടെ എഴുതും. കല്ലിൽ എഴുതിയ കൽപ്പന കല്ലുപോലുള്ള ഹൃദയത്തിൽ എന്ത് ചെയ്തില്ല? എഴുതാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ മുൻകൈ എടുത്ത് എന്ത് ചെയ്യുന്നു?
കല്ലിൽ എഴുതിയ കൽപ്പന കല്ലിൽ നിന്ന് എങ്ങോട്ട് എഴുതുന്നു? ഹൃദയങ്ങളിൽ എഴുതുന്നു. ഇനിയിപ്പോൾ ഹൃദയങ്ങളിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും ഹൃദയം, നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആകുമ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ? എൻ്റെ ഹൃദയം ഇത്രയേ ഉള്ളൂ. അവരവരുടെ കൈ ചുറ്റി പിടിക്കുമ്പോൾ എന്തിനുണ്ട് അത്രയും ഹൃദയമുള്ളതെന്നാണ് അതിനെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു പഠിപ്പേര്. ഓക്കെ, അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റുമോ? അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എഴുതുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഹൃദയത്തിലാണോ? ഇനിയിപ്പോൾ തലയിലാണോ? ഇനിയിപ്പം മനസ്സിലാണോ? എവിടെയാണോ എന്നറിയത്തില്ല അല്ലേ? ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ളിൽ എഴുതും. നമ്മുടെ ഉള്ളിൽ എഴുതും. കൽപ്പനകൾ എവിടെ എഴുതും? നമ്മുടെ ഉള്ളിൽ എഴുതും. അത് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് വേണ്ടിയാണ് ഇതിൻ്റെ ഹൃദയങ്ങളിൽ നിന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഉള്ളിൽ എഴുതും. അതായത് നമ്മുടെ ഈ പുറമേ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും എല്ലാ ദുഃഖങ്ങളും എല്ലാ പിരിമുറുക്കവും എവിടെയാണ് അനുഭവപ്പെടുന്നത്? എവിടെയാണ് അനുഭവപ്പെടുന്നത്? ഹൃദയത്തിലാണ് അനുഭവപ്പെടുന്നത് അല്ലേ? ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ഹൃദയം എന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരും സാധ്യതയുള്ള ആൾക്കാരോട് എന്നാ പറയുന്നത്? ഒത്തിരി സന്തോഷം വരുന്ന കാര്യം എന്ത് ചെയ്യരുത് അവരോട് പിടിയെന്ന് പറയരുത്, ഒത്തിരി ദുഃഖമായ കാര്യം എന്ത് ചെയ്യരുത് അവരോട് പറയരുത്. അത് രണ്ടും കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? ഈ ഹൃദയത്തിൻ്റെ ആ സന്തോഷക്കാരൻ എന്ത് ചെയ്യും? ചലനം എന്ത് ചെയ്യും? കൂടുമ്പോൾ എന്ത് ചെയ്യും? അത് താങ്ങാൻ പറ്റത്തില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു നോർമൽ സ്റ്റേജിൽ എന്ത് ചെയ്യും പോകണമെന്ന് പറയല്ലേ? വലിയ സന്തോഷവും വേണ്ട, വലിയ ദുഃഖവും വേണ്ട, എന്ത് ചെയ്യുക? അതൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ പോക്കട്ടെ. ഇന്നും ചില ആൾക്കാരെ കുറിച്ചാൽ അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ച കാര്യമൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇത് ആൾക്കാരോട് പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ അത് കേൾക്കുമ്പോൾ അവർക്ക് പിടിയുന്നൊരു ബുദ്ധിമുട്ടാണ്. ഹൃദയത്തിലാണ് ഇതെല്ലാം വരും. എൻ്റെ എഫക്റ്റ് മുഴുവൻ, എൻ്റെ പ്രഷർ മുഴുവൻ എവിടെ വരും? ഹൃദയത്തിൽ വരും അല്ലേ? അതുകൊണ്ടായിരിക്കാം ഈ പ്രയോഗം അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൽ ഈ കൽപ്പന എഴുതി എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ ഉള്ളിൽ ഈ കൽപ്പന ഉണ്ടെങ്കിലും അത് എന്ത് ചെയ്യണമെന്നില്ല, അത് പ്രവൃത്തിപഥത്തിൽ വരണമെന്ന് നിർബന്ധം ഇല്ല. കല്ലിൽ എഴുതിയ കൽപ്പന എന്ത് ചെയ്തില്ല? അതവർ വായിച്ച് മനസ്സിലാക്കി അത് ഉള്ളിലാക്കി അതനുസരിക്കണമായിരുന്നു. അതെന്ത് ചെയ്തില്ല? അത് അവർക്ക് പൂർണ്ണമായി പാലിപ്പാൻ പറ്റിയില്ല. വീണ്ടും പ്രവാചകൻ മുഖാന്തരം പറയുകയാണ്, ആ കൽപ്പന എന്ത് ചെയ്യും? അതെല്ലാവരും വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അത് ഓരോരുത്തരുടെയും ഉള്ളിൽ നൽകുകയാണ്. ഉള്ളിൽ നൽകിയിട്ട് എന്ത് ചെയ്യും? അതനുസരിച്ച് പോകണം. എന്നിട്ടും കാരുണ്യവാനായ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ കൽപ്പന ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, അതനുസരിക്കണമെന്ന് നിർബന്ധം ഇല്ല. അതുകൊണ്ട് അനുസരിക്കാൻ എന്ത് ചെയ്യും? അനുസരിക്കാൻ കൂടെ നിങ്ങളുടെ സഹായത്തിന് വേണ്ടി എന്ത് ചെയ്യും? ഞാനൊരാളെ ആക്കും. അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കൽപ്പന ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതും, എൻ്റെ ആത്മാവിനെ ഞാൻ ഉള്ളിൽ പകർന്ന് ഈ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഉള്ളിൽ എഴുതപ്പെട്ട ഈ കൽപ്പനകൾ, ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ഈ കൽപ്പനകൾ അനുസരിപ്പാനുള്ള ശക്തി, കരുത്ത് ആര് തരും? ഈ ദൈവം തന്നെ നമുക്ക് നൽകും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്ന് അവിടെ പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ സഭ അത് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച്, അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് എന്ത് ചെയ്തിരുന്നു? ആദ്യകാലങ്ങളിൽ സഭാവിശ്വാസത്തിലേക്ക് വരുന്ന, ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? അവരെ കൊണ്ടുവരികയും അവരുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെന്ത് ചെയ്യും? അവരെ ദൈവസന്നിധിയിൽ പ്രത്യേകമായി പ്രതിഷ്ഠിച്ച് അവരെ അയക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യും? അവരുടെ മേൽ ആവസിച്ച് ദൈവത്തിൻ്റെ അനിഷ്ടങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ അവരെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യും എന്ന വചനം നമുക്ക് ഉറപ്പ് തരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ഈ കൽപ്പനകളും കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രിയമക്കൾ മേൽ പകരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എന്ത് ചെയ്യുന്നു? നിങ്ങളെ വിടുന്നു. ഏതാണ്ടൊരു പുക പോലെ മനസ്സിലായ കാര്യങ്ങളൊക്കെ അല്ലേ? പൂർണ്ണമായിട്ട് മനസ്സിലായില്ലെങ്കിലും. അപ്പോൾ ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞ തീരുമാനങ്ങളെല്ലാം എന്ത് ചെയ്തോണം? അതനുസരിപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതനുസരിപ്പാനുള്ള ശക്തി ആര് തരും? പരിശുദ്ധാത്മാവ് തരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇസ്രായേൽ മക്കൾക്ക് ദൈവ ആരാധനയ്ക്ക് വേണ്ടിയാണ് അവരെ പുറപ്പെടുവിച്ചത്. ഫറവനോട് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? യഹോവയാകുന്ന ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്നാണ് പറയുന്നത് അല്ലേ? യഹോവയെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന് പറഞ്ഞ ജനത്തിന് കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആരാധന എങ്ങനെയാണെന്നുള്ളതാണ് പിന്നത്തെ പഠിപ്പീര് മുഴുവനും കാണാൻ സാധിക്കും. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെ വായിച്ചു നോക്കുമ്പോഴോ
അത് ആരാധന ഈ പള്ളിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് വരുന്ന ആരാധന മാത്രമല്ല, പിന്നെയോ അത് അവരുടെ സമസ്ത ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അവരുടെ ജീവിതം മുഴുവൻ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്നു, 6 ദിവസം എന്ത് ചെയ്യണം? 6 ദിവസം എന്ത് ചെയ്യണം? കൽപ്പന തന്നെ 6 ദിവസം അധ്വാനിക്കണം. 6 ദിവസം അധ്വാനിക്കണം. ഒരു ദിവസം അധ്വാനിച്ചാൽ പോരാ, 2 ദിവസം അധ്വാനിച്ചാൽ പോരാ, 3 ദിവസവും പോരാ. എത്ര ദിവസം അധ്വാനിക്കണം? 6 ദിവസം അധ്വാനിക്കണം. 6 ദിവസം അധ്വാനിച്ചിട്ട് വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം എന്നാ ചെയ്യണം? 7-ാം ദിവസം എന്ത് ചെയ്യണം? അന്ന് ഒരു വേലയും ചെയ്യരുത്. എങ്ങോട്ട് പോക്കണം? ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം. അന്ന് സബത്താണ്, സ്വസ്ഥമായിട്ടിരിക്കണം. ദൈവ വിഷയമായിട്ട് ഇരിക്കേണ്ട സമയമാണ്. അന്ന് നീ വേല ചെയ്യരുത്, നിൻ്റെ വേലക്കാർ ജോലി ചെയ്യരുത്, യാതൊരു ആൾക്കാരും എന്ത് ചെയ്യരുത്? ജോലി ചെയ്യാൻ പാടില്ല, അധ്വാനിക്കാനും പാടില്ല. അധ്വാനിക്കാൻ 6 ദിവസമുണ്ട്. 7-ാം ദിവസം എന്ത് ചെയ്യണം? ദൈവ ആരാധനയ്ക്ക് വേണ്ടി മാറ്റേണ്ട ദിവസമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു? 6 ദിവസം അധ്വാനിക്ക്, 7 ദിവസം എന്ത് ചെയ്യുന്നു? ദൈവ ആരാധനയ്ക്ക് വേണ്ടി മാറ്റുകയും ചെയ്തു. പിന്നെ 7 എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ആരാധനയും പെരുന്നാളുകളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പെരുന്നാളുകൾ, ഉത്സവങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. 3 ആണ്ടിൽ 3 ഉത്സവം ആചരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് കാർഷികമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കാർഷികോത്സവം ആചരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കൊയ്ത്ത് ഉത്സവം ആചരിക്കണമെന്ന് പറഞ്ഞു, കൊയ്ത്ത് പെരുന്നാൾ ആചരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലേ? അങ്ങനെ അതെല്ലാം അതിൻ്റെ വിളവെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നന്ദി സൂചകമായി ദേവാലയത്തിൽ വരണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം മരുഭൂമിയിൽ വെച്ച് ദൈവ ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവം നൽകിയ കൽപ്പനകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ ഒരു സമയത്തും ദൈവവുമായിട്ടും ദൈവകൽപ്പനകളായിട്ടും അതിന് വിരുദ്ധമായിട്ടോ അതില്ലാതെയോ ജീവിക്കാൻ എന്ത് ചെയ്യുന്നില്ല? വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിത സമസ്ത മേഖലകളിലും എന്തുണ്ടായിരിക്കണം? ദൈവവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ അധ്വാനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ എത്ര ദിവസം അധ്വാനിക്കുന്നുണ്ട്? നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യങ്ങൾ പിള്ളേരാണല്ലോ, അല്ലേ? ഓക്കെ, പ്രായമുള്ളവരോട് ചോദിക്കുന്നില്ല എത്ര ദിവസം നമ്മൾ അധ്വാനിക്കുന്നു. സങ്കടകരമായൊരു കാര്യം പറയട്ടെ, നമ്മുടെ സഭാമക്കളിൽ അനേകരും അവർക്ക് 6 ദിവസവും ജോലിയില്ല, 7-ാം ദിവസം മാത്രമേ ജോലിയുള്ളൂ. പല പള്ളിയിൽ ചെല്ലുമ്പോൾ നിങ്ങളെന്നാ പള്ളി വരാത്തുന്ന ആൺപ്രന്നവന്മാർ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, അച്ഛാ തിരുമേനി ഈ ആഴ്ച ഒരു ജോലി കിട്ടിയില്ല, ഇന്ന് ഒരു ജോലിക്ക് ആളെ വിളിക്കുന്നു. പോകാതിരിക്കാൻ പറ്റുമോ? ഞായറാഴ്ചയാണ് എന്ത് ചെയ്യുന്നത്? ജോലിക്ക് വിളിക്കുന്നു. ഒരു ജോലി കിട്ടിയതാ, പോകാതിരിക്കാൻ കളയാൻ പറ്റുമോ? അല്ല, ഞങ്ങൾ ഞായറാഴ്ചയാണെങ്കിലും പോയി കൊണ്ടിരുന്ന പൈസയല്ലേ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇടുന്നത്, അതല്ലേ ഞങ്ങൾക്കും തരുന്നത്. ആകെ അച്ഛനും ബിഷപ്പും എല്ലാം എന്ത് ചെയ്യുന്നു? തീർന്നു. പിന്നെ അവർക്കൊരു ഗ്യാസ് പോലും ഇല്ല പറയാറ്. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഈ കൽപ്പനയെല്ലാം പഠിച്ച് ചെയ്തോളാമെന്ന് പറഞ്ഞ് പ്രതിജ്ഞയൊക്കെ എടുത്ത് പോയ ആൾക്കാർ അവരൊക്കെ എന്തുമാത്രം നടക്കുന്നില്ല? അനുസരണം മാത്രം നടക്കുന്നില്ല. ചോദിക്കുന്നത് ന്യായമാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അത് ഇന്നത്തെ തലമുറ ചോദിക്കുന്ന ചോദ്യമല്ല, അന്നേ അവർ ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? 6 ദിവസം പൊറുക്കിക്കോ, 7-ാം ദിവസം പൊറുക്കാൻ പോകരുത്. അപ്പം പൊറുക്കുന്ന കാര്യമാണ്, മന്ന പൊറുക്കുന്ന കാര്യം. 6 ദിവസം പൊറുക്കിക്കോണം, 7-ാം ദിവസം നിങ്ങൾ പൊറുക്കാൻ പോകരുത്, കാണത്തില്ല. എന്നിട്ടും എന്ത് ചെയ്തു? എന്നിട്ടും കുറേ പേര് പോയി രാവിലെ കൊട്ട എടുത്തുകൊണ്ട് ഇല്ലായിരുന്നു. വെറും കൊട്ടയായിട്ട് അവർ തിരിച്ചു വന്നത്. ചിലർ അതിനേക്കാളും ബുദ്ധിമാന്മാരാണ്. അവരെന്ത് ചെയ്തു? പറഞ്ഞതിനേക്കാൾ കൂടുതൽ പൊറുക്കി. നാളത്തേനും കൂടെ വേണമല്ലോ, തെറ്റുകുറ്റം പറയാൻ പറ്റത്തില്ല, കരുതൽ. നാളത്തേനെ വെച്ച് തന്നെ ചെയ്തു, ക്രമിച്ചു പോയി. അന്ന് ആവശ്യമുള്ളത് അന്ന് നിങ്ങൾ പൊറുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കൽപ്പനയോട് അനുസരിക്കാതിരിക്കാനുള്ള ഒരു ടെൻഡൻസി മനുഷ്യന് എല്ലാവർക്കും ഉണ്ട്. അതിനെതിരെയാണ് കൽപ്പനകൾ എന്ത് ചെയ്യുന്നു? അത് പാലിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ടാണ് ഈ കൽപ്പനകൾ പോയിരിക്കുന്നത്. കൽപ്പനകൾ ദൈവ ആരാധനയുടെ അതിപ്രധാനമായിട്ടുള്ള ഒരു ഘടകവും കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ആരാധന ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാധന അധ്വാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധന കൽപ്പനയുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു.
ആരാധന ചുരുക്കമായിട്ട് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകവുമായിട്ട് എന്ത് ചെയ്തു ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ആരാധന നമ്മുടെ പുരയിടത്തിലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധന നമ്മുടെ രാഷ്ട്രീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധന നമ്മുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ഒരു ദൈവ പൈതൽ ഏതായത് സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നു അവിടെയെല്ലാം അവൻ അനുസരിക്കേണ്ട ഒരു കാര്യമാണ്, കൽപ്പനയാണ് ഈ കൽപ്പനകൾ എന്ന് നാം മറന്നു പോകുക. അതുകൊണ്ട് കൽപ്പനകൾ എന്ത് ചെയ്യണം? നിശ്ചയമായി അത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം കൽപ്പന കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അധ്യായങ്ങളുടെ വായിക്കണം. അതുകൂടാതെ യേശു എന്ത് ചെയ്തു? ഇന്ന് അച്ഛൻ അത് വായിച്ചപ്പോൾ കൽപ്പനയുടെ ചുരുക്കം കൂടെ അച്ഛൻ അത് വായിച്ചു. കർത്താവ് പറഞ്ഞു ആ കൽപ്പനകളെല്ലാം എന്ത് ചെയ്യുന്നു? യേശു ചുരുക്കി പറഞ്ഞിട്ട് പറഞ്ഞു ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, സകല ന്യായപ്രമാണം പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കൽപ്പനകളിൽ എന്തുണ്ട്? ഈ 2 കൽപ്പന, 10 കൽപ്പന മുഴുവനും ഈ 2 കൽപ്പന അടങ്ങിയിരിക്കുന്നു. ഈ 2 കൽപ്പനയിൽ എന്തുണ്ട്? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. ഓക്കെ, ന്യായപ്രമാണം ഏതാ മക്കളെ? ന്യായപ്രമാണം ഏതാ? ഓക്കെ, ന്യായപ്രമാണ പുസ്തകങ്ങൾ ഏതാ? ആൺകുട്ടികൾ പറഞ്ഞേ, ന്യായപ്രമാണ പുസ്തകങ്ങൾ ഏതാ? സൺഡേ സ്കൂളിൽ പഠിച്ചവർ ഒന്ന് കൈവയ്ക്കുക. സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർ, സൺഡേ സ്കൂൾ പോയിട്ടുള്ളവർ, സൺഡേ സ്കൂൾ ശിശുവപ്പ്, ബാലോപ്പ്, കുമാരോപ്പ്, മധ്യോപ്പ്, ജ്യേഷ്ഠോപ്പ്, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർ. ഓക്കെ, കൈതാതി. നിങ്ങൾ സൺഡേ സ്കൂളിൽ പോയിട്ടുള്ളവരെന്ന് കൈവയ്ക്കുക. ഓക്കെ, കൈതാത്തിട്ടോ. ന്യായപ്രമാണ പുസ്തകം എന്ന ഒരു വിഭാഗം പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ച ക്ലാസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതാ ന്യായപ്രമാണ പുസ്തകം? ഏതാ? ഓക്കെ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ മോശയുടെ 5 പുസ്തകങ്ങൾ, അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ന്യായപ്രമാണ ഇസ്രായേൽ മക്കളുടെ ബൈബിൾ എന്ന് പറയാം. ഏതാണ്? ന്യായപ്രമാണ പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ന്യായപ്രമാണ പുസ്തകങ്ങൾ. അപ്പോൾ ഈ യേശു കൽപ്പന പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞു? വിശദീകരിച്ച് പറയുമ്പോൾ എന്നാ പറഞ്ഞു? ഈ 2 കൽപ്പനകൾ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? ഈ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിട്ടുണ്ട്. അതായത് ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള പുസ്തകം മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഈ 2 കൽപ്പനകൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നാണ് അടങ്ങിയിട്ടുണ്ട്? ന്യായപ്രമാണവും പ്രവാചകന്മാരും മുഴുവനും. 1-2 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ. പറഞ്ഞു. യെരമ്യാവ്, യെശയ്യാവ്, യെരമ്യാവ്, യെശയ്യാവ്, എസെക്കിയേൽ അല്ലേ, ആമോസ്, ദാനിയേൽ, ഹോശയ്യ, ഇഷ്ടംപോലെ പ്രവാചകന്മാരുണ്ട് അല്ലേ? അതുകൂടാതെയും പ്രവാചകന്മാരുണ്ട്. അപ്പോൾ ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? മോശയുടെ 5 പുസ്തകവും സർവ്വ പ്രവാചകന്മാരും എന്ത് ചെയ്തിരിക്കുന്നു? അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞപ്പം ഈ 2 കൽപ്പനയുടെ ആകമാനമായ അർത്ഥവും വ്യാപ്തിയും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളിൽ ആരെങ്കിലും ശ്രമിച്ചാൽ നിങ്ങൾ ഏതെല്ലാം കൂടെ വായിക്കണം? ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയും എല്ലാ പ്രവാചക പുസ്തകങ്ങളും എന്ത് ചെയ്യണം? വായിക്കണം. വായിച്ചാൽ എന്ത് ചെയ്യാം? കർത്താവ് ചുരുക്കി പറഞ്ഞ് 2 കൽപ്പനയുടെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ബിഷപ്പ് ഇവിടെ നിന്ന് പറയുകയാണ്, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? 2 കൽപ്പന ശരിക്കും പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് തിരിച്ചു വരും? ഇപ്പോൾ 14 വയസ്സുണ്ടെന്ന് കൂട്ടിക്കും. എന്ന് തിരിച്ചു വരും? ഉദ്ദേശം ഓക്കെ, കുറഞ്ഞൊരു 80-85 വയസ്സെങ്കിലും ആകും നിങ്ങൾ തിരിച്ചു വരും. കാരണം ഇതിലൊന്നും വായിച്ചൊന്ന് മനസ്സിലാക്കി വരണ്ടല്ലേ? ഓക്കെ, അത് നമുക്ക് അസാധ്യമായിട്ട് തോന്നിയല്ല അന്നേരം വരെ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വേദോസം വായിച്ചോളുക. എല്ലാ ദിവസവും വേദോസം വായിച്ചോളാം. ഒരെണ്ണെടുക്കുക, നിങ്ങൾ വായിക്കുക. അതിനേക്കാളും നല്ലത് എന്താണ്? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വായിക്കുക. അടയാളം വെച്ച് എന്ത് ചെയ്യുക? വായിക്കുക. ഓക്കെ, ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചിരുന്ന് കേൾപ്പിക്കുക. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ്
വേദോസം വായിച്ചേര് കുട്ടികൾ. ഇന്ന് ശ്രീയന്ത് കൈപൊക്കിക്കേ. കൈപൊക്കുക എന്നാൽ ചെവിടെ ഒപ്പെങ്കിലും കൈപൊക്കണം, എന്നാലേ എനിക്ക് കാണുന്നു. പേരൻസൊക്കെ കണ്ടല്ലോ അല്ലേ, കൈ പൊക്കിയവരെയും പൊക്കാത്തവരെയും. ഓക്കെ, കൈ താത്തിട്ടോ. ഇന്നലെ വേദോസം വായിച്ചവർ, ഇന്നലെ വേദോസം വായിച്ചു കൈ പൊക്കിക്കേ. സത്യം മാത്രമേ പറയാവുള്ളൂ. സത്യമേവ സത്യമേവ ജയതേ അല്ലേ, സത്യമേവ ജയതേ. ഓക്കെ, ഇന്നലെയും കുറച്ചധികം പേരെന്ത് ചെയ്തില്ല, കൈ താത്തിട്ടോ, വേദോസം വായിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ഇന്നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത അധ്യായങ്ങൾ അല്ലെങ്കിൽ നിശ്ചിത സമയം എന്ത് ചെയ്യണം, വേദോസം വായിക്കണം. കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, വേദോസം വായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വായിക്കാം എന്നും പറഞ്ഞാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അത് നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പ്രമാണിച്ചോണം. ഇതുവരെയുള്ള ജീവിതമല്ല ഇനിയുള്ള നിങ്ങളുടെ ജീവിതം. അത് കൽപ്പനകളുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ എടുക്കുന്ന പ്രതിജ്ഞയുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞകളും നിങ്ങൾ പഠിച്ച പ്രമാണങ്ങളെക്കുറിച്ചും ഓരോ ദിവസവും എന്ത് ചെയ്യണം, നിങ്ങൾ അറിവുള്ളവരായിട്ട് തീരണം. അതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുന്നവരായിട്ട് നിങ്ങൾ തീരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യുക, എല്ലാ ദിവസവും എന്ത് ചെയ്യണം, എല്ലാ ദിവസവും വിശുദ്ധ വേദോസം വായിക്കണം. ഇന്ന് വേദോസം കൊണ്ടുവന്നിട്ടൊന്ന് എടുത്തുനിന്ന് കാണിച്ച് തന്നെ. ഇന്ന് വേദോസം കൊണ്ടുവന്നിട്ടുള്ളവരെ അറിയാതെ പാട്ടുദോസം ഒന്നും എടുത്ത് പോക്കല്ലേ. ഓക്കെ, ഏതാണ്ട് CSIക്കാരെ സംബന്ധിച്ച് വേദോസത്തെക്കാളും പ്രാധാന്യം ഏതിനാണ്, പാട്ടുദോസനാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓക്കെ 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 ഏതാണ്ട് 1 വർഷം കുട്ടികളുടെ കയ്യിൽ വേദോസമാണ്. ഓക്കെ, ഈ വേദോസം എന്ത് ചെയ്യണം, എല്ലാ ദിവസവും നിങ്ങൾ വായിക്കണം. സ്വന്തമായിട്ട് വേദോസം ഉള്ളവർ സ്വന്തം, ഇതെൻ്റെ സ്വന്തം പുസ്തകം. ഓക്കെ, ചിലർക്ക് സ്വന്തമായിട്ട് വേദോസം ഇല്ലാതെ നിങ്ങൾ നോക്കി എന്ത് ചെയ്യണം, അവർക്ക് സ്വന്തമായിട്ട് വേദോസം വാങ്ങി കൊടുക്കണം എന്ന് കൃത്യമായിട്ട് ഓർമ്മ. കേതാത്തിൽ ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചവരെന്ന് കേൾപ്പിക്കുക. പ്രാർത്ഥിച്ചു, പള്ളിയിൽ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചു എന്ന് പറയേണ്ടതില്ല, പ്രാർത്ഥിച്ചു. ഓക്കെ, കേതാത്തിട്ടോ. കുറേ അധികം പേരെന്ത് ചെയ്തില്ല, ഇന്ന് പ്രാർത്ഥിച്ചില്ല, ഓർത്തോളം. ഓക്കെ, ഇന്നലെ പ്രാർത്ഥിച്ചിരുന്ന് കേൾപ്പിക്കുക. ഇന്നലെ പ്രാർത്ഥിച്ചു. ഓക്കെ, കൈതാത്തിട്ട് കുറച്ചധികം പേരും ഇന്നലെയും പ്രാർത്ഥിച്ചില്ല, ഇന്നും പ്രാർത്ഥിച്ചില്ല. കുറച്ച് പേര് ഇന്നലെയും വേദോസം വായിച്ചില്ല, ഇന്നും വേദോസം വായിച്ചു. ഓക്കെ, കുടുംബ പ്രാർത്ഥന എന്ന് കേട്ടിട്ടുണ്ടോ? കുടുംബ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. കേട്ടില്ല? രാവിലെയും വൈകുന്നേരവും നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്നാ പ്രാർത്ഥന? കുടുംബ പ്രാർത്ഥന. രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യുന്നു, വീട്ടിലെ പപ്പായും മമ്മിയും ഡാഡിയും മമ്മിയും വല്യപ്പനും വല്യമ്മച്ചിയും പിള്ളേരെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നു, വേദോസം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് വൈകുന്നേരത്തെ പ്രാർത്ഥന. പിന്നെ രാവിലെയോ, രാവിലെ എഴുന്നേറ്റ് മനമേ പക്ഷി കിടങ്ങളെന്ന് പറയുന്ന പാട്ടും പാടി എന്ത് ചെയ്യുന്നു, അതോ അതിനോട് യോജിച്ച് പാട്ടൊക്കെ പാടി എന്ത് ചെയ്യുന്നു, വേദോസം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലേ? അങ്ങനെ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയ്ക്കാണ്, വീട്ടിൽ പ്രാർത്ഥിക്കുന്നതിനാണ് എന്നാന്ന് പറയുന്നത്, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. കുടുംബ പ്രാർത്ഥന എന്ന് ഒരാൾ തന്നെ പ്രാർത്ഥിക്കുന്നതല്ല കേട്ടോ. ഒരാളുള്ളെങ്കിൽ പിന്നെ ഒരാൾ പ്രാർത്ഥിച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും കൂടെ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനാണ്. ഓക്കെ, ഇന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെന്ന് കേൾപ്പിക്കേ. ഒരാളുണ്ട്, ഒരാൾ നെറ്റിടാൻ വേണ്ടി കയ്യിൽ നിന്ന് പൊക്കി, ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്തോട്ടെ, കൈ പൊക്കിയതാണ് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച്. മാതാപിതാക്കന്മാരും നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇതുവരെ ഉണ്ടായ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇന്ന് ഇവിടെ വന്ന കുട്ടികൾ, നിങ്ങൾ മാതാപിതാക്കന്മാരെന്ന് കൈവയ്ക്കേ, കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ കൈവയ്ക്കേ. പ്രൈസ് ലോർഡ്. ഓക്കെ, കൈ താത്തിട്ടെ. മാതാപിതാക്കന്മാരെന്ന് കൈവയ്ക്കേ. ഓക്കെ, കുറേയധികം പേര് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണം. നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് പോയത് ചില കാര്യങ്ങൾ ഇവരെ എല്ലാം പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഇവിടെ കൊണ്ടുവരത്തുള്ളൂ എന്നും പറഞ്ഞാൽ നിങ്ങൾ പോയത്, ഇവിടുന്ന് കൊച്ചിനെയും കൊണ്ട് പോയത്. ഇപ്പം മനസ്സിലായല്ലോ, കൊണ്ടുപോയ പിള്ളേരെല്ലാം നിങ്ങൾ എന്തെല്ലാം പഠിപ്പിച്ചു എന്നുള്ളത്. നിങ്ങൾ പറയും നിങ്ങൾക്ക് ഒത്തിരി ബിസിനസ് കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടെന്നു പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അനന്തരഫലമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറന്നു പോകരുത്. അപ്പോൾ വേദോസം വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, കുടുംബ പ്രാർത്ഥന വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് കൂടാതെ എന്ത് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ കൈപ്പൊക്കിയില്ല എന്നർത്ഥമുണ്ട്.
വീട്ടിൽ പ്രാർത്ഥന ഇല്ല എന്ന് ഞാൻ ധരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ പേരൻസ് വിചാരിക്കരുത്, തിരുമേനി ഞങ്ങളെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചില്ലോ എന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ പിള്ളേരെന്ത് ചെയ്യും, ഉറങ്ങി പോകുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങളവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാത്തതായിരിക്കും. എന്നാണെങ്കിലും ഇരുന്നോട്ടെ. എന്നാലും കുറേ പേരൊക്കെ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥന ഉണ്ട്. ശ്രദ്ധിച്ചോളുക. കുടുംബ പ്രാർത്ഥന, വീട്ടിലുള്ള പ്രാർത്ഥന, രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന, എല്ലാവരും ചേർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. അത് നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്, കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവുമായുള്ള ബന്ധവുമായിട്ട് അത് അഭേദ്യമായ ഒരു വേർപെടുത്താൻ പറ്റാത്ത ബന്ധമുണ്ട് എന്നും കൂടെ ഞാൻ സമയത്ത് ഓർപ്പിക്കും. ഓക്കെ, കൽപ്പന 10 ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അതറിയാവുന്നവർ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന കർത്താവിൻ്റെ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന കാണാതെ തെറ്റുകൂടാതെ ചൊല്ലാം എന്നുള്ളവർക്ക് കൈവെക്കാം. ഓക്കെ, കൈതാത്തിട്ടോ. കുറച്ച് പേർക്ക് കർത്താവിൻ്റെ പ്രാർത്ഥനയും അറിയത്തില്ല. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിപ്പിക്കണം. ഓക്കെ, ഒരു ചോദ്യം കൂടെ. ഒരാഴ്ചയിൽ നിങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥന എത്ര തവണ ചൊല്ലും? 2 തവണയാണ്. ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ എത്ര തവണ കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലും? നമ്മൾ തന്നെ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, നോർമൽ. ഒരു തവണ ചൊല്ലുന്നവർ വ്യക്തിക്ക് 1 തവണ മാത്രം ചൊല്ലും. 1 തവണ മാത്രം. 2 തവണ ചൊല്ലുന്നവർ, ഒരാൾ 2 തവണ, 3-4 പേര് 2 തവണ ചൊല്ലും. ഒരു ദിവസം എല്ലാവരും ചോദിക്കുന്നത് ഒരാഴ്ചത്തെയാണ്. അത് കേട്ട് വേണം കൈവെക്കാൻ. ഒരാഴ്ച ചൊല്ലുന്ന കാര്യം. ഒരാഴ്ചയിൽ ഒരാൾ ചൊല്ലുന്നുണ്ട് 2 തവണ. ഓക്കെ, 3 തവണ ചൊല്ലുന്നവർ പോട്ടെ, 7 തവണ ചൊല്ലുന്നവർ ഉപയോഗിക്കുക. 7 തവണ ചൊല്ലും. ഓക്കെ, കുറേ അധികം ആൾക്കാർ 7 തവണ ചൊല്ലുന്നു. ഓക്കെ, കേതാത്ത കേട്ടോ. ചിലർ പറയുന്നുണ്ട് 15 തവണ എന്ത് ചെയ്യുന്നു ചൊല്ലുന്നുണ്ട്. 15 തവണ. 7 രാവിലെ വൈകുന്നേരം 7 14. പള്ളി വരുമ്പോൾ 15. അതാണ് ഒരു 15 എന്ന് പറയുന്നത്. 15 തവണ ഒരാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലും. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ഏതാനും പേർക്ക് ഇവിടെ വന്നിരിക്കുന്നവർക്ക് എന്ത് ചെയ്യത്തില്ല, അവർക്ക് ആ പ്രാർത്ഥന അറിയത്തില്ല. ഓക്കെ, വിശ്വാസ പ്രമാണം എത്രയുണ്ടെന്നാണ് പഠിച്ചേക്കുന്നത്? ആൺകുട്ടികൾ പറഞ്ഞ എത്ര വിശ്വാസ പ്രമാണമുണ്ട്? 3. അവർക്ക് പറഞ്ഞു 3 വിശ്വാസ പ്രമാണം. 3 ഏതെല്ലാം? നിക്കാ വിശ്വാസ പ്രമാണം, അപ്പോസ്തലിക വിശ്വാസ പ്രമാണം, ആത്മവിശ്വാസത്തിൻ്റെ വിശ്വാസ പ്രമാണം. ഓക്കെ, 3 വിശ്വാസ പ്രമാണങ്ങൾ അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ ചൊല്ലുന്ന കൂടെ ചൊല്ലുന്ന വിശ്വാസ പ്രമാണമാണ് അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. ഓക്കെ, വിശുദ്ധ സംസർക്കുള്ള ഞായറാഴ്ചകളിലും മറ്റ് വിശേഷ അവസരങ്ങളിലും പള്ളിയിലൊക്കെ ചൊല്ലുന്ന വിശ്വാസ പ്രമാണമാണ് ഇത്, നിക്കാ വിശ്വാസ പ്രമാണം. പിന്നെ അത്താനവിശ്വാസത്തിൻ്റെ വിശ്വാസ പ്രമാണം ഈ പള്ളിയിൽ എന്തെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ വർഷം ചൊല്ലിയോ? ഓർക്കുന്നുണ്ടോ? ചൊല്ലാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്, നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യണം? പള്ളി കഴിഞ്ഞൊരു ഒത്തിരി ബിസിനസ് ഉള്ളതാണ്, കാര്യമുള്ളതാണ്. പള്ളി കഴിഞ്ഞ് ഉടനെ എന്ത് ചെയ്യണം? വീട്ടിൽ പോകണം. അതുകൊണ്ട് അത്താനവിശ്വാസം ചൊല്ലിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യത്തില്ല 15 മിനിറ്റ് അതിനു വേണ്ടി പോകും. അതുകൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, ബിഷപ്പ് തൊട്ട് സാധാരണ വിശ്വാസികൾ വരെ എന്ത് ചെയ്യാറില്ല, അത്താനവിശ്വാസം എന്ന് പറയല്ലാതെ ആ വിശ്വാസ പ്രമാണം ചൊല്ലാറില്ല. സാധാരണ രീതിയിൽ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. തൃത്വ ഞായറാഴ്ച എന്ത് ചെയ്യാറുണ്ട്? ഈ വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്. അത്താനവിശ്വാസത്തിൻ്റെ വിശ്വാസ പ്രമാണം തൃത്വ ഞായറാഴ്ചകളിൽ ചൊല്ലാറുണ്ട്. വളരെ ദീർഘമായ ഒരു വിശ്വാസ പ്രമാണമാണ് അത്താനവിശ്വാസം എന്ന വിശുദ്ധൻ സഭാപിതാവ് തൃത്വവിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ച, രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണമാണ് അത്താനവിശ്വാസത്തിൻ്റെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. അതിങ്ങനെ നമുക്ക് ചുരുക്കമായിട്ട് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം, പഠിക്കാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് ദൈവം, പുത്രനും ദൈവം, പരിശുദ്ധാത്മാവും ദൈവം. എന്നാൽ 3 ദൈവങ്ങളല്ല, ഒറ്റ ദൈവം. അതാണ് ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ആകത്തുക. അതാണ് 3 ദൈവങ്ങളല്ല, 3 പേരും ദൈവമാണ്. എന്നാൽ 3 ദൈവങ്ങളല്ല, പിന്നെയോ ഒരു ദൈവം അത്രേ. ത്രിയേക ദൈവ വിശ്വാസം എന്നാണ് നമ്മുടെ വിശ്വാസം. അത് തന്നെയാണ്. അതിനെതിരെ ത്രിയേക ദൈവ വിശ്വാസത്തെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ, ദുരുപദേശങ്ങൾ സഭയിൽ പെരുകി വന്നപ്പോൾ സഭാപിതാക്കന്മാർ കൂടി ഉണ്ടാക്കിയ വിശ്വാസ പ്രമാണങ്ങളാവുന്നു ഇത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വർഷം എന്ന് പറയുന്നത് നിക്കാ വിശ്വാസ പ്രമാണമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു വർഷമാണ്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നത് അല്ലേ?
നിത്യാവിശ്വാസ പ്രമാണമായിട്ട് ബന്ധപ്പെട്ട് എന്താ അതിൻ്റെ പ്രത്യേകത? ഈ വർഷത്തിൻ്റെ പ്രത്യേകത പറഞ്ഞേ. നിത്യാവിശ്വാസ പ്രമാണമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷത്തിൻ്റെ പ്രത്യേകത എന്നാ? വാർഷികം. വാർഷികം. എത്രാമത്തെ വാർഷികം? ഓക്കെ, 1700-ാം വാർഷികമാണ്. എത്രാമത്തെ വാർഷികമാണ്? 1700-ാം വാർഷികം. AD 325 അല്ലെങ്കിൽ 324-25 കാലഘട്ടങ്ങളിലാണ് നിത്യാവിശ്വാസ പ്രമാണം രൂപീകരിക്കപ്പെട്ടത്, എഴുതിയുണ്ടാക്കി. ഇത് 2025 അല്ലേ? 1700 വർഷം എന്ത് ചെയ്യുന്നു? പൂർത്തിയാകും. അപ്പോൾ ലോകം എമ്പാടും നിത്യാവിശ്വാസ പ്രമാണത്തിൻ്റെ 1700-ാം വാർഷികം പല രീതിയിൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം CSIയിലെ എല്ലാ ബിഷപ്പന്മാരും കൊച്ചമ്മമാരും കൂടെ ചേർന്ന് ഈ നിക്യ എന്ന് പറയാൻ നൈസ്യ എന്ന് പറയുന്ന സ്ഥലത്ത് തുർക്കിയിൽ പോയിരുന്നു. ആ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ച അന്ന് സഭാപതിമാർ ഇരുന്ന സ്ഥലങ്ങളൊക്കെ കാണാനിടയായി തീർന്നു. അതിൻ്റെ 1700-ാം വർഷമാണ് ഇപ്പോൾ. ഓക്കെ, ഈ 3 വിശ്വാസ പ്രമാണങ്ങളിൽ എത്ര എണ്ണം നിങ്ങൾക്കറിയാം? 2 എണ്ണം അറിയാം. ഓക്കെ, ഒരെണ്ണമെങ്കിലും അറിയാത്തവരെ കപ്പിക്കേ. ഒരെണ്ണം ഒരു വിശ്വാസം അറിയത്തില്ല, അത് കുറേ കൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. വിശ്വാസ പ്രമാണം ഒന്നും കാണാൻ ചൊല്ലാതെ അറിയത്തില്ല എന്നുള്ളൊരു കൈവയ്ക്കേ. ഒത്തിരി കൈവക്കണം, ഇങ്ങനെ കൈവയ്ക്കാൻ മതി. വിശ്വാസ പ്രമാണം അറിയത്തില്ല, 3 എണ്ണത്തിലൊന്നും അറിയത്തില്ല. എല്ലാവർക്കും അറിയാവോ? ചൊല്ലിക്കണം. ഓക്കെ, 2 എണ്ണം അറിയാവുന്ന ചോദിക്കുക. 2 എണ്ണം, 2 വിശ്വാസ പ്രമാണം അറിയാം. അതായത് അപ്പോസ്തല വിശ്വാസ പ്രമാണം, നിത്യാവിശ്വാസ പ്രമാണം അറിയാം. അതിന് കൈവയ്ക്കേ. ഓക്കെ, ഒരു വിശ്വാസ പ്രമാണം അറിയുന്നൊരു കൈവയ്ക്ക് ഒരെണ്ണം. കേതാതി. അടുത്ത പേരൻസിനോടുള്ള ജ്ഞാനപിതാക്കന്മാരുള്ള ചോദ്യം ഇതാണ്. ഇന്നേക്ക് സുമാർ 14 വർഷം മുമ്പ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ സ്നാനപ്പെടുത്താനായിട്ട് കൊണ്ടുപോകും. സ്നാനം കഴിഞ്ഞ് ഇവിടുന്ന് ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തു? അവരെ അന്നത്തെ പുരോഹിതൻ കരങ്ങളെടുത്ത് ഈ കർത്തൃമേശ കൊണ്ടുവച്ച് അവിടെ സമർപ്പിച്ചു. ദൈവമേ, ഈ പൈതലിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പൈതൽ എന്നും അങ്ങേക്കുള്ളവളായി അങ്ങേക്കുള്ളവനായിട്ടിരിപ്പാൻ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങളെ ദൈവാലയത്തിൽ സമർപ്പിച്ചു. ദൈവാലയത്തിൽ നിങ്ങളെ സമർപ്പിച്ചു. കുഞ്ഞുങ്ങളായിട്ട് സ്നാനപ്പെടുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളവിടെ സമർപ്പിച്ചു. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവാലയത്തിൽ സമർപ്പിച്ച പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടാൻ പറ്റുമോ? പറ്റുമോ? നമ്മളൊരു ആട്ടിൻകുഞ്ഞിനെയോ ഒരു കന്നാലി കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഒരു കോഴിക്കുഞ്ഞിനെയോ അല്ലെങ്കിൽ മറ്റു പല വസ്തുക്കളെ കൊണ്ടുവന്നാൽ പിന്നെ നമുക്കത് കൊണ്ടുവന്നിട്ട് പിന്നെ ഉടനെ എടുത്തുകൊണ്ടാൻ പറ്റുമോ? ഇല്ല, അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് അല്ലേ? ചുമ്മാ എടുത്തുകൊണ്ടാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ലേലം വിളിക്കണം, അല്ലെങ്കിൽ വില കൊടുക്കണം. വില കൊടുത്തതിന് ശേഷം മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് ദൈവസേനയെ സമർപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളെ എന്ത് ചെയ്താണ്? ഇവിടെ കൊണ്ട് സമർപ്പിച്ചു. നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്തു? മോശക്കുഞ്ഞിനെ കൊടുത്തു വിട്ട പോലെ എന്ത് ചെയ്തു? നിങ്ങളെ തിരിച്ച് നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് വന്ന് ഈ കുഞ്ഞിനെ തരികയാണ്. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? ഇത് ദൈവ പൈതലാണ്. ഈ കുഞ്ഞിനെ ഒരു ദൈവ പൈതലായിട്ട് വളർത്തിക്കോണം. അവന് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാൻ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ എന്ത് ചെയ്യണം? അവനെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവനെ പഠിപ്പിക്കണം. എന്തെല്ലാം പഠിപ്പിക്കണം? കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം, 10 കൽപ്പനകൾ പഠിപ്പിക്കണം, വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. പിന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞ് വിശ്വസിക്കുന്ന സകല സംഗതികൾ എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. പഠിപ്പിച്ചതിന് ശേഷം ഇവനെ സ്ഥിരീകരിപ്പാനായിട്ട് എന്ത് ചെയ്യണം? എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ആരാ? എപ്പിസ്കോപ്പ ആരാ? ബിഷപ്പിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. എന്നിട്ട് ചോദിച്ചു, ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിപ്പാനും ചെയ്യുവാനും നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും. അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ കൊച്ചിന് അനുകരിക്കാൻ കൊള്ളാത്ത യാതൊരു സംഗതികളും എന്ത് ചെയ്യരുത്? ഈ കൊച്ചിൻ്റെ അടുത്ത് ചെയ്യരുത്. ഈ കൊച്ചിന് അനുകരിക്കാൻ കൊള്ളാത്ത യാതൊരു കാര്യങ്ങളും എന്ത് ചെയ്യരുത്?
ഈ കൊച്ചിൻ്റെ അടുത്ത് ചെയ്യരുത് അല്ലേ? സാധാരണ പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ അടുത്ത് എന്ത് ചെയ്യരുത്? നിങ്ങൾ വിളിച്ചിട്ട് കൊച്ചിൻ്റെ അടുത്ത് വരരുത്. കൊച്ചവർക്കും ബീഡി വലിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അല്ലേ? പ്രായമാകുമ്പോൾ ആരും പറയാതെ ചെയ്യും. പിള്ളേരെന്ത് ചെയ്യും? പിള്ളേർ അങ്ങനെ പുക വലിക്കാനാണ് തുടങ്ങും അല്ലേ? കുഞ്ഞ് ശ്വാസകോശത്തിലേക്ക് എന്ത് ചെയ്യും? ആകെ മൊത്തം കുഴപ്പമുണ്ടാവും അല്ലേ? പിന്നെ ഇങ്ങനെ വന്ന് അടി വന്ന് എന്ത് ചെയ്യരുത്? കൊച്ചിനെ എടുക്കരുത്. കാരണം എന്താ? കൊച്ചവർക്കും അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതൊക്കെ അത് കുഴപ്പമൊന്നുമില്ല എന്നോർക്കും. അങ്ങനൊരു അറിവ് ആ കൊച്ചിന്, ഒരു തെറ്റായ അറിവ് എന്ത് ചെയ്യും? ഈ കൊച്ചിന് പഠിക്കാൻ, നിങ്ങൾ ട്യൂഷനൊന്നും കൊടുത്തതല്ല, പക്ഷേ അത് പഠിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? കൊച്ചിന് അനുകരിക്കാൻ കൊള്ളാത്ത യാതൊരു സംഗതികളും എന്ത് ചെയ്യരുത്? ഈ കൊച്ചിൻ്റെ അടുത്ത് പറയരുത്. നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുകയാണ് എന്ത് ചെയ്യരുത്? ഈ കൊച്ചിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യരുത്? വഴക്ക് കൂടരുത്. സംസാര ഭാഷകൾ എന്ത് ചെയ്യണം? വളരെ വളരെ സൂക്ഷിച്ചോണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കൊച്ചത് പഠിക്കും. അപ്പോൾ അനുകരിക്കാൻ കൊള്ളാത്ത, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത യാതൊരു പ്രവൃത്തികളും എന്ത് ചെയ്യരുത്? ഈ കൊച്ചിൻ്റെ മുമ്പിൽ നിങ്ങൾ ചെയ്യരുത്. അതുകൂടാതെ ഈ പറഞ്ഞ കൽപ്പനകളും പ്രാർത്ഥനകളെല്ലാം എന്ത് ചെയ്യണം? കൊച്ചിനെ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സ്ഥിരീകരിക്കാനായിട്ട് കൊണ്ടുവരണം. എത്ര വർഷം മുമ്പാണ്? ഇന്നേക്ക് 14 വർഷം മുമ്പ് അല്ലേ? 14 വയസ്സിൽ താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കുഞ്ഞുങ്ങൾ 14 വയസ്സിൽ താഴെയുള്ളവരുണ്ടോ? ചിലപ്പോൾ 13 മുക്കാലൊക്കെ ആയി കാണും അല്ലേ? ഓക്കെ, ഒരു ശരാശരി പ്രായം നമ്മൾ പറയുകയാണ്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ അവർ കൊണ്ടുവന്നിരിക്കുന്ന ആരെല്ലാം കൊണ്ടുവന്നു? മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും ഇവിടെ കൊണ്ടുവന്നു. തിരുമേനി, ഞങ്ങളെ തന്നുവിട്ട പിള്ളേരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞില്ല കേട്ടോ, ചെയ്തിട്ടുണ്ട്. തിരുമേനി എന്ത് ചെയ്താൽ മതി? ഇനി അവരോടൊന്ന് ചോദിച്ച് ആ തലേ കൈ വെച്ചൊന്ന് അനുഗ്രഹിച്ച് വിട്ടാൽ മാത്രം. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിന് മുമ്പുള്ള ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. അന്നേരം ചോദിക്കാനുള്ള കുറേ കൂടെ ഇന്ന് അതും കൂടെ കൂട്ടി ചോദിക്കുകയാണ്. പ്രിയ ജ്ഞാനമാതാക്കന്മാരെ, മാതാപിതാക്കന്മാരെ, ഈ കുഞ്ഞുങ്ങൾ പഠിക്കരുത് എന്ന്, ഇവർ അനുകരിക്കരുത് എന്ന് വിചാരിച്ച, ഇവർ അനുകരിക്കണം എന്ന് വിചാരിച്ച പല സംഗതികളും ഇവർ അനുകരിപ്പാൻ പറ്റിയിട്ടില്ല. അനുകരിക്കരുത് എന്ന് ഉദ്ദേശിച്ച അനേക കാര്യങ്ങൾ എന്ത് ചെയ്തു? അതും അതിലപ്പുറമായി എന്ത് ചെയ്യുന്നു? ഇവർ മനസ്സിലാക്കിയിരിക്കും. അതിന് ഉത്തരവാദികൾ വേറെ ആരുമല്ല, നമ്മൾ പ്രായമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? ഇത് മനുഷ്യൻ്റെ സ്വന്തമായ പരിശ്രമങ്ങളാൽ വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ സാധിക്കുകയില്ല. പള്ളിക്കുള്ളിലെ ഒരു ജീവിതമല്ല ആരാധന എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ ജീവിതാവസാനം വരെ ബന്ധപ്പെട്ട് കിടക്കുന്നു ദൈവ ആരാധന. ഇവിടെ ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള ആരാധന എന്ന് പറയുന്നത് പള്ളിക്കുള്ളിൽ വന്ന് ഇരിക്കുന്ന ഒരു സമയമല്ല. അതിനേക്കാൾ അധികമായി നമ്മൾ പുറത്താണ് ജീവിക്കുന്നത്. അത് നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, മറ്റ് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പുറമേ നമുക്ക് അനുസരിക്കാൻ ഉള്ള ധാരാളം കൽപ്പനകൾ എഴുതി തന്നിരിക്കുന്നു. അതിൻ്റെ വിശദീകരണവും എഴുതി തന്നിരിക്കുന്നു. അത് നമ്മൾ എല്ലാ ദിവസവും വായിച്ച് ധ്യാനിച്ച് ദൈവപ്രസാദം പ്രകാരം ജീവിപ്പാൻ, ദൈവപക്ഷം ചേർന്ന് നടപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. എനിക്ക് തോന്നുന്നു നമ്മളാണ് CSIക്കാരാണ് ഏറ്റവും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, വേദം പഠിപ്പിക്കുന്നതിൽ, വേദവചനം പഠിപ്പിക്കുന്നതിൽ വളരെ വളരെ അശ്രദ്ധരായി പോകുന്നത് എന്ന് ചില സമയങ്ങളിൽ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഒരുപക്ഷെ നമ്മൾ പറയായിരിക്കും ഇത്രയും വലിയ സൺഡേ സ്കൂള്, ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളൊക്കെ നമുക്കല്ലാതെ വേറെ ആർക്കാണ് ഉള്ളത്? പുറമേയുള്ള ആൾക്കാരും പറയും ഇത്രയും ക്രമീകൃതമായിട്ട് പോകുന്നൊരു സഭ വേറെ ഇല്ലെന്ന് പറയും. പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത്, ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ആ അറിവ് കിട്ടത്തില്ല. ഭവനത്തിൽ പ്രാർത്ഥിക്കണമെന്നുള്ള അറിവ്, അത് നിർബന്ധമാണെന്നുള്ള അറിവ്, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ശക്തീകരിക്കുമെന്നുള്ള അറിവ്, പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യാൻ പ്രാപ്തിപ്പെടുത്തുന്ന അറിവ് നൽകുന്നത് നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനയാണ്. വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയാണ്. രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന അത് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു. സാഹചര്യങ്ങൾ പറയാൻ കാണുമായിരിക്കും, പക്ഷേ അനന്തരഫലം എന്ന് പറയുന്നത് നമ്മുടെ തലമുറ എന്ത് ചെയ്യുന്നു? കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന അത്ര ആവശ്യ ഘടകമല്ല എന്നൊരു പാഠം അവരെങ്ങനെയോ പഠിച്ചിരിക്കും. അവരും കുടുംബസ്ഥരാകുമ്പോൾ എന്ത് ചെയ്യത്തില്ല? അവരും പ്രാർത്ഥിക്കത്തില്ല. പ്രിയമുള്ളവർ, അവരും പ്രാർത്ഥിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു പരിചയം അവർക്കില്ല. അങ്ങനെ ഒരു വല്ല പരിചയം ഇട്ട് കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ ചെയ്തു.
കൽപ്പനകളും പ്രമാണങ്ങളെല്ലാം പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ വളരെയധികം കുട്ടികൾ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, പലയിടത്തും ഇതൊന്നുമേ അറിയത്തില്ലാത്ത ആൾക്കാർ വരുന്നു. എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക്? എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക്? നമ്മൾ ചിന്തിക്കണം. അത് പ്രായമുള്ളവരാണ് അവർക്ക് മോഡലായിട്ടിരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ആധുനിക ലോകത്ത് സമയമില്ല എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ അത് ഒരിക്കലും ശരിയല്ല. ഇതിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തോട് ചേർത്ത് നമ്മൾ നിർത്താൻ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ഒരു ചീത്ത വർത്തമാനം അവരുടെ അടുത്ത് നമ്മൾ പറയാതിരിക്കുക. മറ്റുള്ളവരെ കുറിച്ചുള്ള ഏഷണി നുണ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറയാതിരിക്കുക. മറ്റുള്ളവരെ കുറിച്ചുള്ള ഇഷ്ടക്കേടുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ പറയാതിരിക്കുക. അത് കേൾക്കാനും അത് ഉൾക്കൊള്ളാനും പറ്റുന്ന പ്രായമുള്ളവർ തമ്മിൽ സംസാരിക്കുക. അല്ലാത്ത കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങളെ അനുകരിക്കാൻ കേൾക്കാൻ പാകത്തിന് പറയരുത്. അവരിൽ നമ്മളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവരിൽ വിരുദ്ധമായിട്ടുള്ള ചിന്തകൾ വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, 14 വയസ്സും കഴിഞ്ഞ് 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ബാക്കിയുള്ള അതിന് മുമ്പ് പഠിക്കേണ്ടതാണ്. കൽപ്പന പഠിക്കുന്നത് എപ്പോഴാണ്? സ്ഥിരീകരണത്തിനാണ് പഠിപ്പിക്കും. കൽപ്പന ജീവിതത്തിൽ വളരെ നിഷ്ഠയായിട്ട് പാലിക്കേണ്ട ഒരു കാര്യമാണ്. പഠിപ്പിക്കുന്നത് എപ്പോഴാണ്? പഠിപ്പിക്കുന്നത് സ്ഥിരീകരണ പാഠത്തിൽ, അല്ലെങ്കിൽ മദ്യവെപ്പ്. മദ്യവെപ്പാകുമ്പോൾ കൊച്ചിൻ്റെ പ്രായം എത്രയാണ്? 14 കഴിഞ്ഞ് 15ലേക്ക് കയറും. പ്ലേ സ്കൂൾ തൊട്ട് 15 വയസ്സ് വരെ കൊച്ചു എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചു. ധാരാളം കാര്യങ്ങൾ അവൻ പഠിച്ചു, ധാരാളം പ്രമാണങ്ങൾ അവൻ പഠിച്ചു, ധാരാളം നിയമങ്ങൾ അവൻ പഠിച്ചു. അതിനേക്കാൾ അപ്പുറമായി അനേക കാര്യങ്ങൾ അവൻ കേട്ടു മനസ്സിലാക്കി. അവസാനം നമ്മൾ പറയുകയാണ്, മക്കളെ ഇതാ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് കേട്ടോ, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു പോയി. എന്നാ ചെയ്യാനാ? അതുകൊണ്ട് എനിക്ക് സൺഡേ സ്കൂൾ അധ്യാപകരോടും പ്രിയ മാതാപിതാക്കന്മാരോടും പറയാനുള്ളത്, കർത്താവിൻ്റെ പ്രാർത്ഥനയും 10 കൽപ്പനകളും വിശ്വാസ പ്രമാണവും എന്ത് ചെയ്യണം? നിങ്ങൾ വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവർ സൺഡേ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പഠിക്കട്ടെ. ആദ്യം പഠിക്കേണ്ട കൽപ്പന ഇതാണ്. 10 കൽപ്പന അവരെ പഠിപ്പിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യില്ല, അവർ പഠിക്കും. അവർ കേട്ട് പഠിക്കുന്ന നല്ല നല്ല പാട്ടുകൾ അവരെ കേട്ട് പഠിക്കണം. ആദ്യം ആ പാട്ടാണ് കേൾക്കുന്നത്. ചടുലമായ മറ്റ് ഗീതങ്ങൾ, കീർത്തനങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ ദൈവത്തെ സ്തുതിക്കുന്ന ശ്രുതിമധുരമായ ഗാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കണം. മറ്റ് അനേക കാതടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ നമ്മുടെ മക്കൾ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ അവർ കേട്ട് ഉണരണം. ഭക്തിഗാനങ്ങൾ പാടി അവർ ഉറങ്ങണം. ചെറുപ്പത്തിലെ ലോകത്തിലേക്ക് അവർ ഇറങ്ങുന്നതിന് മുമ്പേ അവർക്കത് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. അതിനുള്ള കഴിവ് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ അവരെ നമ്മൾ പഠിപ്പിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇരുത്തി അവരെ ട്യൂഷനൊന്നും വിടേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്നവർ കണ്ടാണ് പഠിക്കുന്നത്. നമ്മുടെ മുഖത്തെ പാപങ്ങൾ പോലും വായിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയും. മാതാക്കളുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ വായിച്ചറിയാൻ ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല കുഞ്ഞിന് അറിയാം. ചില സമയങ്ങളിൽ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി അവർ കരയും പേടിച്ചിട്ട്. അത് നിങ്ങളുടെ ഭാവവ്യത്യാസങ്ങൾ, മനസ്സിലെ ഭാവവ്യത്യാസങ്ങൾ മുഖത്ത് പ്രകടമാകുമ്പോൾ അവർക്ക് പേടിയാണ്. അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. കുഞ്ഞുങ്ങൾ അവർ ദൈവപക്ഷത്തിൽ നിർത്തണം. കൽപ്പനകൾ അതിനു മുമ്പേ പഠിക്കണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ദൈവപക്ഷം ചേർന്ന് നിൽപ്പാനുള്ള അല്ലെങ്കിൽ ആ കൽപ്പനകൾ ആലിപ്പാനുള്ളൊരു താല്പര്യം അവരുടെ മനസ്സിൽ ഉണ്ടാകുകയുള്ളൂ. അല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ ഉള്ളത്. അതിന് ഭയങ്കരമായ ആകർഷണമുണ്ട് എന്നും നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിവിടെ ചില ചോദ്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നീ ചോദിക്കുന്നു. അതെന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും ഓർത്ത് മനസ്സിൽ കുറിച്ച് വെച്ച് നിങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ മറുപടി പറയണം. ഇനി നിങ്ങളുടെ ജ്ഞാനപിതാക്കന്മാർ എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ സഹായിക്കാനായിട്ടില്ല. നിങ്ങളുടെ മാതാപിതാക്കന്മാർ എന്ത് ചെയ്തിട്ടില്ല, സഹായിക്കാനില്ല. കാരണം നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു? ഇത് സ്വയം ഏറ്റെടുക്കുകയാണ്. വേദോസം വായിക്കും എന്ന് പറഞ്ഞാണ് ചോദ്യം. ഇതാണ്, നിങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമോ എന്ന ചോദ്യം. നിങ്ങൾ എന്നാ പറയുന്നു? വായിക്കും എന്ന് പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വായിക്കണം. വായിക്കും എന്ന് പറഞ്ഞാൽ വായിക്കണം. കേട്ടല്ലോ? ദൈവം അത് കേൾക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് പറയുമ്പോൾ. ദൈവാരാധനയ്ക്ക് വേർതിരിക്കുന്ന ഇടങ്ങളിൽ
ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു അവിടെ ഉണ്ട്. ദൈവസന്നിധിയിലാണ് അത് പ്രതിജ്ഞ ചെയ്യുന്നതെന്ന് അവിടെ പറയുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ എന്ത് ചെയ്യണം? ഒന്നാം പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ദൈവവചന വായനയ്ക്ക് കൊടുക്കണം. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ പറയാം. പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുന്നു. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാണ് നിങ്ങൾ തിരികെ പോകുന്നത്. ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം. കാരണം എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളോട് പറഞ്ഞിരിക്കും ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു പോയിരിക്കുന്നു. പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥിക്കും എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അതിന് വേറെ വിശദീകരണം ആവശ്യം ഇല്ല. കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുമോ എന്നാണ് അടുത്ത ചോദ്യം. സാക്ഷിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? കൽപ്പനകൾ പ്രമാണിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നർത്ഥം. ജീവിക്കുമോ എന്നാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അത് യേശുവിനെ ഉയർത്തുന്നതിന് തുല്യമാണ്. അല്ല, യേശുവിനെ ഉയർത്തുന്നത് അങ്ങനെയാണ് ജീവിതത്തിലൂടെ. ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ജീവിതത്തിൽ വ്യത്യസ്തമായ നിലകളിൽ എത്തിച്ചേരാം. ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരായിരിക്കാം, ഭരണപരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നവരായിരിക്കാം, ഔദ്യോഗിക തലങ്ങളിൽ പോകുന്നവരായിരിക്കാം. ഏത് തലങ്ങളിലാണെങ്കിലും ഒരു സാധാരണ ഒരു കൃഷിക്കാരനായിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും സത്യസന്ധമായും നീതിയോടെയും ദൈവഭക്തിയോടും കൂടെ ചെയ്യുവാൻ, അത് ദൈവത്തിന് ഇഷ്ടപ്രകാരം ചെയ്യുവാനും നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കും. പറഞ്ഞിട്ടുണ്ട്, കൽപ്പന പറഞ്ഞില്ലേ, 6 ദിവസം എന്ത് ചെയ്യണം? അധ്വാനിക്കണം. 6 ദിവസം അധ്വാനിക്കണം. 7-ാം ദിവസം എന്ത് ചെയ്യരുത്? അധ്വാനിക്കരുത്. നമ്മൾ ഇതനുസരിച്ച് നമ്മൾ വിശുദ്ധ ആരാധന ദിവസം ഞായറാഴ്ച ദിവസമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആരാധനയ്ക്ക് നമ്മൾ വരണം. വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വരാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ പോകുന്നത്. ഞായറാഴ്ച വേറെ ബിസിനസ് എന്ത് ചെയ്യരുത്? പോകരുത്. ആരാധന കഴിഞ്ഞ് എന്ത് ചെയ്യാവുള്ളൂ? മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കാം. അത് നമ്മുടെ ജീവിത പാഠമായിരിക്കണം. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. വേദോസ വായന വളരെ പ്രധാനപ്പെട്ടതായിരിക്കണം. വായിക്കണം നമ്മൾ എല്ലാ ദിവസവും. ഇപ്പോൾ ബൈബിൾ സൊസൈറ്റി ഒരു വേദോസ വായന ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. 8 മാസം കൊണ്ട് വേദോസം മുഴുവൻ വായിക്കുക എന്നാണ് അതിൻ്റെ അടുത്ത്. അത് 8 മാസം കൊണ്ട് മുഴുവൻ വേദോസവും ഒരു തവണ വായിച്ച് തീർക്കുന്ന ഒരു പദ്ധതി അതുകൊണ്ട്. അതുപോലെ നമ്മൾ തന്നെ ഉണ്ട് വേദോസ കാർഡ് അനുസരിച്ച് വായിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഏതാണെങ്കിലും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വേദോസം നിങ്ങൾ വായിക്കണം. വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, നമ്മൾ സ്വയമായിട്ടുള്ള ഇന്നെടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അത് ചെയ്യുന്നത് എന്ന് മറന്നു പോകരുത്. വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കുമോ എന്നാണ് പിന്നത്തെ ചോദ്യം. വിശുദ്ധ സംസർഗത്തിൽ പങ്കെടുക്കുമോ? ഇവിടെ വന്നാൽ വിശുദ്ധ സംസർഗമാണെങ്കിൽ പങ്കെടുക്കുമോ എന്നാണ് ചോദ്യം. പങ്കെടുക്കും എന്നാണ് പറയുന്നത്. പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പങ്കെടുക്കണമെന്നാണ് അർത്ഥം, അല്ലേ? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യരുത്? കമ്മ്യൂണിനുള്ള ഞായറാഴ്ച ഇന്ന് ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയാനായിട്ട് ഇടവരരുത്. കമ്മ്യൂണിനുള്ള ഞായറാഴ്ച എന്ത് ചെയ്യണം? വരണം. വന്നാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനാപൂർവ്വം അതിൽ പങ്കുകൊള്ളണം, അല്ലേ? ഇന്നൊത്തിരി അതിനൊക്കെ വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നൊരു ലോകമാണ്. അതുമായിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കരുത്. വിശുദ്ധ വചനവുമായിട്ട് എന്ത് ചെയ്തോടുക? ബന്ധിപ്പിച്ചോളൂ. മോഡൽ എന്ന് പറയാൻ വേറെ ആരുമില്ല. കർത്താവ് മാത്രമാണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ കയ്യുസിരി കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, അല്ലേ? കയ്യുസിരി കൊടുക്കുന്നത്, അല്ലേ? പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിയുള്ള ഞായറാഴ്ചയാണ് ആൾക്കാർ എന്ത് ചെയ്യും? ചെല്ലുമ്പോൾ നോക്കും, അപ്പുറത്താരാ നിൽക്കുന്നത്, ഇപ്പുറത്താരാ നിൽക്കുന്നത്, അല്ലേ? ഇതെങ്ങനെ പഠിച്ചു എന്ന് അറിയത്തില്ല. അതെങ്ങനെയാണ് അങ്ങനെ ഒരു വിത്ത് ഇവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എന്നറിയത്തില്ല. സ്ഥലം മാറിയിരിക്കുക, കൈവിസിരി കൊടുക്കാതിരിക്കുക, സ്തോത്ര കാഴ്ച കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഇടാതിരിക്കുക. അന്ന് വരെ കൊണ്ടുപോയിടാത്തവർ അന്ന് കൊണ്ടുപോയിടുക. ആര് പഠിപ്പിച്ചു ഇതൊക്കെ, അല്ലേ? നിങ്ങളത് കണ്ട് ഇതിൽ പഠിക്കരുത്. നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അറിവിൻ്റെ കൂടുതലാണോ കുറവാണോ എന്നൊരു സംശയം. പക്ഷേ ദൈവത്തിനത് പ്രസാദമില്ല എന്ന് നമ്മൾ മറന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ ദൈവപ്രസാദമാണ് നമ്മുടെ ലക്ഷ്യം. ദൈവപ്രസാദമാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിന് ഏറ്റവും പറ്റിയ ഒരു ഉപാധി എന്നുള്ളത് ഇന്ന് നമ്മളത് കഴിഞ്ഞു. അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കൽപ്പന വായിച്ചു, അല്ലേ? കൽപ്പന വായിച്ചു. 10 കൽപ്പന വായിച്ചു. 10 കൽപ്പന വായിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? 10 കൽപ്പന വായിച്ചു കഴിഞ്ഞ് എന്നാ ചെയ്തു? അതാ 10 കൽപ്പന വായിച്ചു. അത് കഴിഞ്ഞ ശേഷം ചുരുക്കം വായിച്ചു. അത് കഴിഞ്ഞ് പാപങ്ങളെ ഏറ്റുവാൻ പിടിക്കുക. 10 കൽപ്പന വായിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്തു? പാപങ്ങളെ ഏറ്റുപറഞ്ഞു.
പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ പിന്നെ പാപമില്ലാത്തവരായി നമ്മൾ തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? പാപം ഏറ്റു പറഞ്ഞാൽ എന്തായി തീർന്നു? നമ്മുടെ പാപമെല്ലാം മാറി അല്ലേ? ഓക്കെ, അങ്ങനെയാണ് എന്തിനാണ് പാപം ഏറ്റു പറയുന്നതിന് മുമ്പ് കൽപ്പന വായിക്കുന്നത്? പാപം ഏറ്റു പറയുന്നത് എന്തിനാ? പാപം ചുമ്മാ ഏറ്റു പറഞ്ഞാൽ പറയും അല്ലേ? പിന്നെ എന്തിനാ സേസ ആരാധനക്രമത്തിൽ കൽപ്പന വായിക്കുന്നത്? എന്തിനാ? അല്ല, എന്തിനായിരിക്കും? എന്തിനായിരിക്കും? അല്ല, അനുസരിക്കാനുള്ളതാണ്. ഓക്കെ, പക്ഷേ ഇത് ഈ ആരാധനയ്ക്കിടയ്ക്ക് ഇത് വായിക്കുന്നതിനാണ്. അത് വായിച്ച ഉടനെ പാപമേറ്റു പറച്ചിലാണ്, അല്ലെങ്കിൽ പാപമേറ്റു പറച്ചതിന് മുമ്പ് കൽപ്പന വായനാണ്. എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം? എന്തായിരിക്കും അർത്ഥം? നിങ്ങളെന്ത് വിചാരിക്കും? നിങ്ങളെങ്ങനെ വായിക്കുന്നു, എങ്ങനെ ചിന്തിക്കും, വിചാരിക്കും, മനസ്സിലാക്കും. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ ചുരുക്കം കൽപ്പനകളുടെ ലംഘനമാണ് പാപം. കൽപ്പനകളുടെ ലംഘനമാണ് പാപം. അങ്ങനെയാണെങ്കിൽ കൽപ്പന വായിച്ചതിന് ശേഷം പാപം ഏറ്റുപറച്ചിൽ പ്രാർത്ഥന വന്നിരിക്കുന്നത് ഈ വായിക്കപ്പെട്ട കൽപ്പനകൾ കേൾക്കുന്നവർ ഏതെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. വായിക്കപ്പെട്ട കൽപ്പനകൾ ഏതെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ? ലംഘിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് അന്നേരം തന്നെ ഏറ്റു പറഞ്ഞേക്ക്. മോഷ്ടിക്കരുത്, കൽപ്പന വായിച്ചു അല്ലേ? മോഷണം കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന എന്ത് ചെയ്തോണം? കർത്താവെ മാപ്പാക്കണേ എന്ന് പറഞ്ഞ് അന്നേരം തന്നെ വീണേക്ക് അല്ലേ? മനസ്സിലായോ? അപ്പനെ അമ്മയും ബഹുമാനിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? രാവിലെ അപ്പച്ചനോടും അമ്മച്ചോടും വഴക്കുണ്ടാക്കിയിട്ട് വന്നാൽ എന്ത് ചെയ്തോണം? കൽപ്പന വായിക്കുമ്പോൾ ഓർത്തോണം അല്ലേ? പേരൻസിനോട് വഴക്കുണ്ടാക്കുന്നത് അനുസരണമോ ബഹുമാനിക്കലോ അപമാനിക്കലോ? ഏതാ? അപമാനിക്കുന്ന തുല്യമാണ്, അല്ലെങ്കിൽ കൽപ്പന അനുസരിക്കാതിരിക്കുന്ന തുല്യമാണ്. കൽപ്പന ലംഘനമാണ്. ഇവിടെ വന്നപ്പോൾ ഓർത്ത് അയ്യോ അപ്പച്ചനോട് വഴക്ക് പറഞ്ഞു, മോശമായിപ്പോൾ കുടിക്കാൻ ചോദിച്ചു, ഞാൻ കൊടുക്കാതിരുന്നില്ല, താമസിച്ചത് മോശമായിപ്പോൾ. കർത്താവ് എന്ത് ചെയ്യണം? മാപ്പാക്കണേ. കൽപ്പന വായിച്ചു, നമ്മൾ വിശുദ്ധ സംസർഗത്തിന് പോവുകയാണ് അല്ലേ? വിശുദ്ധ സംസർഗം ആർക്കുള്ളതാ? വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്കുള്ളതാണ് അല്ലേ? അതുകൊണ്ട് പാപമേറ്റു പറയുന്നത് നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വന്നുപോയ ഈ കൽപ്പനകൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിലേതെങ്കിലും ഒരെണ്ണം തെറ്റുണ്ട്, എല്ലാം തെറ്റുന്നതല്ല, ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തോളുക? അത് അന്നേരം ഏറ്റു പറയാനുള്ള സമയമാണ്. അത് ചെറിയൊരു മൗനം അവിടെ കൊടുക്കുന്നുണ്ട് പാപമേറ്റു പറയാൻ. ഓക്കെ, മോഹിക്കരുന്നൊരു കൽപ്പന എന്ത് ചെയ്തിരിക്കുകയാണ്? പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അനേകം മോഹങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് നമ്മളിവിടെ അല്ലേ? എന്തിനു വന്നിരിക്കുന്നതാണ്? നമ്മളെന്തിനാ വന്നേ? ദൈവത്തെ ആരാധിക്കാനും തിരുമേശയിലേക്ക് വരികയാണ്. ഒത്തിരി മോഹങ്ങളായിട്ടാണ് വരുന്നത് അല്ലേ? കൽപ്പന എന്നാ പറയുന്നത്? മോഹിക്കരുത്. ഇപ്പോൾ നമ്മൾ പറയോ കർത്താവ് എന്നെ വന്ന എല്ലാ മോഹങ്ങളും എന്ത് ചെയ്യണം? ക്ഷമിക്കണം എന്ന് പറയും. ധാരാളം കൽപ്പനകളുണ്ട് അല്ലേ? ഓക്കെ, ഒന്നാമത്തെ കൽപ്പന എന്താ? ഒന്നാമത്തെ കൽപ്പന മക്കളെ, ഞാനല്ലാതെ അന്യദൈവമില്ല. ഞാനാകുന്നു ദൈവം അല്ലേ? നിൻ്റെ ദൈവമായ യഹോവ ഞാനാണ് അല്ലേ? ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകാം. പിന്നെ എന്ത് ചെയ്യരുത്? അവയെന്ത് ചെയ്യരുത്? നമസ്കരിക്കരുത്, കുമ്പിടരുത്, യാതൊരു വിഗ്രഹങ്ങളും എന്ത് ചെയ്ത് അതിൻ്റെ രൂപമോ ഭാവമോ ഉണ്ടാക്കരുത്, ഒന്നുമേ ചെയ്യരുത്. ഓക്കെ, നമ്മളിങ്ങനെ പോകുന്ന വഴിക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് എന്താണ്? വസുദൈവ കുടുംബാംഗം, ലോകമേ തറവാട്, എല്ലാ മനുഷ്യരും എങ്ങനെ ഒന്നുപോലെ തന്നെ അല്ലേ? അങ്ങനെ വരുമ്പം അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങളൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല അല്ലേ? നമ്മൾ വഴിയെ പോകുമ്പോൾ അവിടെ ഒന്ന് കുമ്പിടുന്നു, ഇവിടെ ഒന്ന് കുമ്പിടുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഓർക്കുന്നത് എന്താണ് ഒന്നാമത് കൽപ്പന വായിച്ചത്? എന്താ വായിച്ചേ? അന്യദൈവങ്ങൾ എന്ത് ചെയ്യരുത്? ആരാധിക്കരുത്, കുമ്പിടരുത്, നമസ്കരിക്കരുത്. അറിയാതെ എങ്ങാനും അങ്ങനെ വന്നു പോകണമെങ്കിൽ, അറിയാതെ എങ്ങനെ ഒരു തേങ്ങ എവിടെയെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ, അറിയാതെ എങ്കിലും ഒരു ഈ പൈസയും കൂടെ അവിടെ ഇട്ടേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ഏതിന് തുല്യമാണ്? ഈ കൽപ്പനയ്ക്ക്, ഒന്നാമത്തെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അന്നേരം തന്നെ പറഞ്ഞോണം എന്ത്? ദൈവമേ ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്തു പോയി, ഇനി മേലല്ലേ എന്ത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അന്നേരം തന്നെ പറഞ്ഞോണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇങ്ങോട്ട് വരാനായിട്ട്. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞതിന് സാരം, പള്ളിയിൽ വരുന്നത്, ആരാധന കൂടുന്നത്, വിശുദ്ധ സംസർഗത്തിൽ വരുന്നത്, ഇതെല്ലാം നമ്മുടെ ആരാധനയ്ക്ക് ശേഷം വീട്ടിലേക്ക് നമ്മൾ പോകുന്നത്, തുടർന്ന് ഒരാഴ്ചക്കാലം നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ പ്രവർത്തന മേഖലകൾ, ഔദ്യോഗിക മേഖലകൾ, കൃഷി മേഖലകളെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദൈവവുമായിട്ടും ദൈവ ആരാധനയായിട്ടും
ദൈവത്തിൻ്റെ കൽപ്പനകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിൽ ഒന്നും എന്ത് ചെയ്യരുത്, അത് തെറ്റിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം നമ്മൾ ആരായി തീർന്നവരാണ്? നമ്മൾ ദൈവമക്കളായി തീർന്നവരാണ്. ദൈവമക്കൾക്ക് ജീവിക്കേണ്ട ഒരു പാതയുണ്ട്, അവർക്ക് അനുസരിക്കേണ്ട പ്രമാണങ്ങളുണ്ട്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എല്ലാ ദിവസവും വായിച്ച് മനസ്സിലാക്കി ദൈവപക്ഷം ചേർന്ന് ജീവിപ്പാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ തീരുമാനമെടുക്കുന്ന ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന്. ഇതിന് മുമ്പ് സ്ഥിരീകരണം കഴിഞ്ഞ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ ഇന്നിവിടെ എടുക്കുന്ന പ്രതിജ്ഞ അനുസരിച്ച് എന്ത് ചെയ്യണം, ചെയ്യണം. ചെയ്യുമോ? സഹിക്കുമോ? ഉറക്കം വരുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, കൽപ്പനകൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കുക. നമ്മുടെ ആരാധന പുസ്തകത്തിൽ കൽപ്പനകളുണ്ട്. അതിൻ്റെ വിശദീകരണം വേണമെങ്കിൽ എന്ത് ചെയ്യണം, അത് വായിച്ച് നോക്കണം. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കർത്താവ് ഈ കൽപ്പനയെല്ലാം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കർത്താവും എന്ത് ചെയ്തിട്ടുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. കർത്താവും വിശദീകരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിന് ശേഷം ഈ കൽപ്പനകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് പർവ്വത പ്രസംഗത്തിൽ എന്ത് ചെയ്തു, അത് കർത്താവ് എന്ത് ചെയ്തു, വിശദീകരിച്ചു. അവിടെ അന്ന് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് മോശ മുഖാന്തരം എന്ത് ചെയ്തു, സീനായി പർവ്വതത്തിൽ വെച്ച് എന്ത് ചെയ്തു, ഈ കൽപ്പനകൾ എന്ത് ചെയ്തു, പിതാവായ ദൈവം ഉപദേശിച്ചു കൊടുത്തു. വിശദീകരണം മുഴുവൻ എന്ത് ചെയ്തു, വിശദീകരിച്ചു കൊടുത്തു. വളരെ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ അവരെന്ത് ചെയ്തു, ഉപവാസത്തോടെ എന്ത് ചെയ്തു, അവർ ദൈവസന്നിധിയിൽ വന്ന കൽപ്പനകളെല്ലാം കേട്ടു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് മലമേൽ കയറി അവൻ ഇരുന്നിട്ട് ശിഷ്യന്മാരെല്ലാവരും എന്ത് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് വന്നു. അവനെന്ത് ചെയ്തു, കർത്താവ് അത് ഉപദേശിച്ചു കൊടുത്തു. കൽപ്പനകൾ എന്ത് ചെയ്തു, ഉപദേശിച്ചു കൊടുത്തു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. അത് പർവ്വത പ്രസംഗവും അതിൻ്റെ വ്യാഖ്യാനവും ആകുന്ന പർവ്വത പ്രസംഗമാണ് പറഞ്ഞിരിക്കുന്നത്. യേശു അവസാനം പറഞ്ഞു, 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ജീവിത ക്ലേശങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ അവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, തളർന്നു പോകും. ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഈ വചനം അനുസരിച്ച് ജീവിക്കുന്നതിന് സാധിക്കും എന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരിക്കും. അല്ലാത്തവർക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന ദിവസമാണ്. തീരുമാനമെടുത്തുകൊണ്ട് പോകുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കട്ടെ, മനസ്സിലിരിക്കട്ടെ. വാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ഒന്നുകൂടെ നിങ്ങളെല്ലാവരും ചേർന്ന് പറഞ്ഞ്, അയ്യോ പറഞ്ഞോ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പനകൾ ഏതാണ്? നമ്മൾ പഠിച്ച കൽപ്പനകൾ അല്ലേ? സ്നേഹിക്കുന്നവരെന്ത് ചെയ്യും? കൽപ്പനകളെ അനുസരിക്കും അല്ലേ? കൽപ്പന അനുസരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തെ സ്നേഹിപ്പാൻ സാധിക്കില്ല. കൽപ്പന അനുസരിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അപ്പോൾ കൽപ്പനകൾ ഏതാണെന്ന് മനസ്സിലാക്കി കൃത്യമായി പഠിച്ച് അത് അനുസരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.